ഹലോ ഹായ് വെൽക്കം ടു ഇത് നല്ല കൊമേഡി. ഞാൻ നിങ്ങളുടെ ഹോസ്റ്റ് മിസ്റ്റർ ദിഗംബരൻ. നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഞങ്ങളുടെ മലയാളം പോഡ്കാസ്റ്റാണ്. സ്പോട്ടിഫൈയിൽ ഞങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ഞങ്ങളിപ്പോൾ സ്പോട്ടിഫൈയിൽ മാത്രമല്ല, ആമസോൺ മ്യൂസിക്, ആപ്പിൾ മ്യൂസിക്, യൂട്യൂബ് മ്യൂസിക്, പിന്നെ പോക്കറ്റ് കാസ്റ്റ്, കാസ്റ്റർ FM, ജിയോ സാവൻ, അങ്ങനെ പല പ്ലാറ്റ്ഫോമുകളിൽ അവൈലബിൾ ആണ്. അപ്പോൾ അവിടെയൊക്കെ നിങ്ങൾക്ക് ഞങ്ങളെ ചെക്കൗട്ട് ചെയ്യാവുന്നതാണ്. പിന്നെ ഞങ്ങളുടെ യൂട്യൂബിൽ ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ യൂട്യൂബ് കുടുംബത്തിന് താങ്ക് യു സോ മച്ച്. നിങ്ങളിൽ പലരും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത് എന്ന് യൂട്യൂബ് എന്നോട് പറയുന്നു. അപ്പോൾ ദയവേത് സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് ഞങ്ങൾക്കൊരു ഇൻസ്റ്റാഗ്രാം ചാനലുണ്ട്. അപ്പോൾ അവിടെ ഞങ്ങൾ ഷോർട്ട് ഫോമാറ്റിലുള്ള കോണ്ടന്റ് ഒക്കെ ഇടുന്നുണ്ട്. അപ്പോൾ യൂട്യൂബിൽ കാണാത്ത കോണ്ടന്റ് ഒക്കെ നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കുന്നതാണ്. അവിടെയും ഫോളോ ചെയ്യുക. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നമ്മുടെ ഓൾഡ് ഇസ് ഗോൾഡ്, പഴയ സിനിമ ക്ലാസിക്കുകളിൽ ആഡ് ചെയ്യാനായിട്ട് പുതിയൊരു ഐറ്റവുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഒരു പഴയ സിനിമ കാപാലിക. നമ്മുടെ ഷീല, ഉമ്മർ, ബഹദൂർ, അടൂർ ബാസി, NN പിള്ള, അദ്ദേഹത്തിൻ്റെ മകനായ ശ്രീ വിജയരാഘവൻ മുതലായ ഒരുപാട് താരങ്ങളുണ്ട്. വിജയരാഘവന്റെ ഡെബ്യൂ ഫിലിമാണ്. അപ്പോൾ നല്ല ഗംഭീരമായിട്ടുള്ള ഒരു റോളായിരുന്നു. അപ്പോൾ എന്താണേലും അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് കാപാലികയാണ്. അപ്പം കാപാലിക ചെയ്യാനായിട്ട് ഞാൻ വെൽക്കം ചെയ്യുന്നു ഞങ്ങളുടെ ചാനലിലെ കാപാലിക മിസ് യുഡിസി കുമാരി. വെൽക്കം ടു ദ ഷോ. ഹലോ, ഗുഡ് മോർണിംഗ്. ഓ, നിനക്ക് മോർണിംഗ് അല്ലല്ലേ? മോർണിംഗ് ആണ്, വെളുപ്പിനെയാണ്. ഞങ്ങൾക്കിവിടെ രാവിലെ 6:30 ഐ മീൻ മോർണിംഗ് എന്ന് പറയാൻ പറ്റില്ല, നട്ടപ്പാതിരാത്രി എന്ന് പറയാവുന്നതായിരിക്കും ശരി. എനിവേസ്, എന്താണ് കാബാലിക ഫസ്റ്റ് ടൈം കണ്ടപ്പോൾ തോന്നിയത്? ഞാൻ ആക്ച്വലി നിന്നോട് ഇത് സജസ്റ്റ് ചെയ്തപ്പോൾ നമുക്ക് രണ്ട് ഐഡിയ ഉണ്ടായിരുന്നല്ലോ. ഒന്നെങ്കിൽ നമ്മൾ ഒത്തിരി നാളായിട്ട് നാട്ടുകാരെ പറഞ്ഞു കൊതിപ്പിക്കുന്ന യക്ഷി അല്ലെങ്കിൽ ഭാർഗവി നിലയം ചെയ്യാം, ഇല്ലെങ്കിൽ നമ്മൾ റീസെന്റ് പറഞ്ഞ ഒരു സയൻസ് ഫിക്ഷൻ പടം ഉണ്ടായിരുന്നു. അത് മധു സാറിന്റെ ഒരു സയൻസ് ഫിക്ഷൻ പടം. നമ്മൾ അതിന്റെ റീൽ ഇട്ടിട്ടുണ്ട് ഇൻസ്റ്റാഗ്രാമിൽ, എല്ലാവരും പോയി ചെക്ക്ഔട്ട് ചെയ്യണം. രാത്രികൾ. യെസ്. അപ്പൊ ഒന്നെങ്കിൽ അത് കാണാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ കാബാലിക കാണാന്ന് പറഞ്ഞ് ഇൻസിസ്റ്റ് ചെയ്തപ്പോ നിന്റെ മനസ്സിലേക്ക് എന്താണ് വന്നത്? വാട്ട് ഡിഡ് യു തിങ്ക്? കാബാലിക കുറെ നാളായിട്ട് നീ പറയുന്നുണ്ടായിരുന്നു. അപ്പം അത് കാണണമെന്നുണ്ടായിരുന്നു. കാബാലിക എന്നുള്ള ഒരു പേര് തന്നെ ഒരു വെറൈറ്റി പേരാണല്ലോ. കാബാലികെ കശ്മില എന്നൊക്കെ പറയുന്ന പോലത്തെ എന്തായിരിക്കും അതിന്റെ ശരിക്കുള്ള മീനിങ്? നിനക്കറിയാമോ എന്താ അതിന്റെ ശരിക്കുള്ള മീനിങ്? കാബാലികയുടെ ശരിക്കുള്ള മീനിങ് ഞാൻ ആക്ച്വലി എന്റെ ഒരു മലയാളം നോളജ് ഭയങ്കര കുറവായതുകൊണ്ട് ഞാനതിനെ എന്താണ് ഇങ്ങനെ ഒരു ക്രൂരയായ സ്ത്രീ അല്ലെങ്കിൽ ഭയങ്കര തെറ്റ് ചെയ്ത ഒരാള് എന്നൊക്കെ ഉള്ള രീതിയിലാണ് ഞാൻ അതിനെ. പക്ഷെ ഈ ഇതില് കാബാലിന്റെ വർഷിപ്പേഴ്സിനെയാണ് കാബാലിക എന്ന് പറയുന്നത്. അതായത് ശിവന്റെ വർഷിപ്പേഴ്സിനെയാണ്. കപാലം കപാലം. അപ്പൊ കാബാലിക എന്ത് മലയാളത്തിൽ കാബാലികക്ക് വേറെ വല്ല ഫീമെയിൽ എന്താണ് വർഷിപ്പർ ഓഫ് കപാലമാണ്. കപാലത്തെ നമ്മുടെ ഓളം ഉണ്ടല്ലോ, ഓളം, കാളീനെ കാബാലിക എന്ന് വിളിക്കാറുണ്ട് കേട്ടോ. അത് ശരിയാണ്. അത് അങ്ങനെ നോക്കുമ്പോഴത്തേനും ദിസ് ഫിലിം ഇസ് ലൈക്ക് റിയലി ഗുഡ് കേട്ടോ. കാരണം കാളി എപ്പോഴും ഒരു ഡിഫറെന്റ് കൈൻഡ് ഓഫ് ഗോഡസ് ആണല്ലോ. എപ്പോഴും നമ്മൾ ചിന്തിക്കുമ്പോഴത്തേനും കഥകളിലൊക്കെ ആണെങ്കിലും ഭയങ്കര സ്ട്രോങ്, ഇൻഡിപെൻഡന്റ്, ഡിഫറെന്റ് ഫ്രം എവറിബഡി. ആൾക്കാരുടെ പെർസെപ്ഷൻ പുള്ളിക്കാരി എല്ലാവർക്കും പേടിയാണ്, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് എന്താണ് പുള്ളിക്കാരിയെ തെറ്റിദ്ധരിക്കപ്പെടുന്നു, അല്ലെങ്കിൽ പുള്ളിക്കാരി വയലന്റ് ആകുന്നു എന്നൊക്കെ തോന്നുന്ന ഒരു ദൈവമാണല്ലോ. അപ്പം കാബാലിക ഇസ് നോട്ട് ലൈക്ക് ദാറ്റ്. ബട്ട് കുറച്ച് ആൾക്കാര് പുള്ളിക്കാരിയുടെ ഒരു വർക്കിന്റെ രീതി കാരണം പുള്ളിക്കാരി അങ്ങനെ ഒരു എന്താ പറയുന്ന ഒരു ഏരിയയിലേക്ക് മാറ്റപ്പെടുന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പൊ അങ്ങനെ നോക്കുമ്പോ യെസ്, കാബാലിക എന്ന് വേണമെങ്കിൽ ദാറ്റ് മേക്ക് സെൻസ്. കാളിയാണെന്നുണ്ടെങ്കിൽ യെസ്. ഈ സ്കൾ ബെയറേഴ്സ് എന്നും പറയാറുണ്ട്. അതായത് ശിവന്റെ ഇതില് ശിവനാണെങ്കിലും
തലയോട്ടി അങ്ങനെ ഒരു ഉം. ഇതുണ്ടല്ലോ, കണക്ഷൻ ഉണ്ടല്ലോ. അപ്പം Yes. അതായിരിക്കണം കാപാലിക. എനിവേസ് ദിസ് ഇസ് കാബാലിക ഒരു ഫെമിനിസ്റ്റ് പടമാണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം അല്ലേ. ഭയങ്കര ഒരു ഫീമെയിൽ സെൻട്രിക് പടമാണ്. ഷീലാമ്മ ഭയങ്കരമായിട്ട് അഭിനയിച്ച് തകർത്തിട്ടുള്ള പടമാണ്. ഷി വാസ് എക്സലന്റ്. നല്ല ഒരു ഒരു എന്താണ് പറയുന്നത്, ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് എന്ന് പറഞ്ഞാൽ പുള്ളിക്കാരിയാണ് ത്രൂ ഔട്ട് പടം വാഴുന്നത്. ഷീസ് ലൈക്ക് യുനോ ഓൾ ഓഫ് യു ഗൈസ് ആർ മൈ ബിച്ച് എന്ന് പറയുന്ന ഒരു ആറ്റിറ്റ്യൂഡ് അതെ, പുള്ളിക്കാരിക്ക്. തുടക്കം മുതൽ അവസാനം വരെ സ്കോർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഡൊമിനേറ്റ് ചെയ്യുകയാണ് പുള്ളിക്കാരി. ഒരു രസമുള്ള ഒരു ക്യാരക്ടറാണ്. ഭയങ്കര നമുക്ക് ഉം, പുള്ളിക്കാരിയുടെ കൂട്ട് എൻഡപ്പ് ചെയ്യാൻ പാടില്ലെന്ന് നമുക്ക് തോന്നും. ബിക്കോസ് പുള്ളിക്കാരിയുടെ അവസ്ഥ ഭയങ്കര ഭീകരമാണ്. പക്ഷെ ഷീ ഹാസ് ദാറ്റ് സ്വാഗ് ഇല്ലേ, ഭയങ്കര ഒരു എന്താ പറയുന്നത്, അതെ, ഭയങ്കര സക്സസ്ഫുൾ ആയിട്ടുള്ള പുള്ളിക്കാരി ചെയ്യുന്ന ബിസിനസിനെ കുറിച്ച് പുള്ളിക്കാരിക്ക് ഒരു രീതിയിലുള്ള നാണക്കേടോ അല്ലെങ്കിൽ എന്താ പറയുന്ന ഒരു ബയസോ ഇല്ല. പുള്ളിക്കാരി ഷീസ് എ ബിസിനസ് വുമൻ ആൻഡ് അതിനെ എങ്ങനെ എന്താ പറയുന്നത് മുന്നോട്ട് കൊണ്ട് അല്ലെങ്കിൽ അതിനെ എങ്ങനെ മാക്സിമം ഹൈറ്റിൽ എത്തിക്കാം എന്നുള്ളതിന്റെ ഒരു എന്താ പറയുന്നത്, അതിന് മാക്സിമം പുള്ളിക്കാരി ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണ് ത്രൂ ഔട്ട് പടം നമുക്ക് കാണാൻ പറ്റുന്നത്. പിന്നെ അതെ. പറയൂ എന്താ പറയുന്നത്. അല്ല, പുള്ളിക്കാരിയുടെ ബിസിനസിനെ പറ്റി ചോദിക്കുകയാണെങ്കിൽ ഷീലാമ്മയുടെ അച്ഛനായിട്ട് NN പിള്ളയാണ് വന്നിരിക്കുന്നത്. NN പിള്ളയും അമ്മയായിട്ട് നമ്മുടെ ഫിലോമിന. അപ്പം ആനപ്പാറ അച്ഛമ്മയും അഞ്ഞൂറാനും ഒരു കപ്പിളായി വരുന്ന പടമാണിത്. അത് ഷോക്കിംഗ് ആയിരുന്നു ഞങ്ങൾക്ക്. അതൊരു നല്ല അവര് തമ്മിലൊരു നല്ല ക്യൂട്ട് കപ്പിളാണ് കേട്ടോ. അവരുടെ റൊമാൻസ് ചെയ്യുന്നൊക്കെ ഉണ്ട് ഈ പടത്തിൽ. ഒരു പ്രത്യേക പടം. ക്യൂട്ട് റൊമാൻസ് ആണ്. അപ്പൊ അങ്ങനെ ഇവരാണോ അവർ എന്ന് നമുക്ക് പിന്നെ അപ്പൊ ഞാൻ അവളോട് പറഞ്ഞു കണ്ടോണ്ടിരുന്നപ്പം, അപ്പൊ അവര് ഇപ്പൊ ഇങ്ങനെയായിരുന്നു, പിന്നീട് അവർ തമ്മിൽ ആ ശത്രുത ഉണ്ടാവാൻ കാരണം അവർ തമ്മിൽ ഇങ്ങനെ ഒരു കെമിസ്ട്രി ഉള്ളത് കൊണ്ടാണ് എന്ന് ഞാനിങ്ങനെ പറഞ്ഞു. അപ്പം NN പിള്ളയുടെ ഭാഷയിൽ പറയുകയാണെങ്കിൽ മകൾ ഷീല നടത്തുന്നത് ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ്. ഓ ബൈ ദ വേ NN പിള്ളയാണ് ഇതിന്റെ സ്ക്രിപ്റ്റ് റൈറ്റിംഗും സ്ക്രീൻ പ്ലേയും ഒക്കെ ചെയ്തിരിക്കുന്നത്. പിന്നെ അതുപോലെ പറഞ്ഞു. അല്ല, അതുകൊണ്ട് തന്നെ ഡയലോഗുകൾ അതീവ ശക്തമായിട്ടുള്ള ഡയലോഗ്. കാരണം പുള്ളി ഒരു നാടകാചാര്യനാണല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ നല്ല കിണ്ണൻ കച്ചിയ ഡയലോഗുകളൊക്കെയാണ് ഉള്ളത്. അപ്പം ഷീലാമ്മയുടെ ബിസിനസ് പറയുന്നത്, ഇനിയിപ്പം കണ്ടിട്ടില്ലാത്തവർക്ക് വേണ്ടിയിട്ട്, നിങ്ങൾ എന്താണേലും ഈ എപ്പിസോഡ് കേട്ട് കഴിഞ്ഞിട്ട് പോയി ഒന്ന് കാണണം. അപ്പം NN പിള്ള പറഞ്ഞ പോലെ ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ല, ഒരു പ്രൊസ്റ്റിറ്റ്യൂഷനാണ് പുള്ളിക്കാരിയുടെ ബിസിനസ്. അപ്പോ അതെന്താണെന്ന് പോലെ അറിയാണ്ട് പാവം അത് പറയുമ്പോ ഞാൻ അതാണ് പറയാൻ വന്നത് എന്നൊക്കെ പറയുന്നത്. അതെ, ഒരു വാക്ക് പോയതേ ഉള്ളൂ. പാവം. ഇപ്പൊ വളരെ ഇന്നസെന്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് പുള്ളിയുടേത്. മകന്റേതും അതുപോലെ തന്നെ അതീവ ഇന്നസെന്റ് ആയിട്ടുള്ള വിജയരാഘവന്റെ ക്യാരക്ടർ അടിപൊളി ക്യാരക്ടറാണ്. ആക്ച്വലി ഞങ്ങള് കാസ്റ്റ് എടുത്ത് നോക്കിയപ്പം ഉമ്മർന്ന് കണ്ടു. അപ്പൊ ഇതിപ്പോ ഒരുമാതിരി ഭയങ്കര മെലിഞ്ഞ് ഹിപ്പി തലമുടി ഒരുമാതിരി വിയേർഡ് വിഗ് ഒക്കെ വെച്ചിട്ട്, മീശയൊക്കെ ഒരു എന്താ മറ്റേ ചൈനീസ് മീശയൊക്കെ വെച്ചിട്ട് ഏതോ ഒരു ചെറുക്കനോട് ഇരിക്കുന്നു. അപ്പൊ ഉടനെ ദിഗംബരം പറയാ അത് ഉമ്മറാണ്. ഞാൻ നോക്കിയപ്പോ ഉമ്മറിന്റെ കാസ്റ്റ് ഉണ്ട്, ഉമ്മർ ഇതുവരെ വന്നിട്ടും ഇല്ല. അപ്പൊ ഞാൻ അടുത്ത് എവിടെയൊക്കെ കണ്ടപ്പോ ഞാൻ അടുത്ത് ഉമ്മറാണ്. പക്ഷെ ഉമ്മർ ഒരുമാതിരി മെലിഞ്ഞ്, ഞാൻ അടുത്ത് ഇനി വല്ല 15 വയസ്സ് 17 വയസ്സൊക്കെ ഉള്ള ഉമ്മർ വല്ലതും ആയിരിക്കും എന്നൊക്കെ ഞാൻ ഒരു നിമിഷം ഓർത്തത്. കാര്യം മുഖം കാണിക്കുന്നില്ല ഇയാളുടെ, ഒരു ദൂരെ എന്നുള്ള ഇതൊക്കെയാണല്ലോ, ക്ലോസപ്പ് ഒന്നും കാണിക്കുന്നില്ല. അത് കണ്ടു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് അതാരായിരുന്നു. അപ്പൊ അത് അതിനേക്കാളും വലിയ നല്ലൊരു റോളാണ്. പുള്ളി ഒരു പോപ്പ് മ്യൂസിക് സിംഗർ ആയിട്ടാണ്. പുള്ളിയുടെ ക്യാരക്ടർ പാട്ട് പാടി അഭിനയിക്കുന്ന ഒരു പോപ്പ് മ്യൂസിക് ഉണ്ട്. ഇതിന്റെ അകത്തൊരു ഇംഗ്ലീഷ് പാട്ട്, സ്മാഷ് ആൻഡ് ക്രാഷ് എന്ന് പറയുന്ന ഒരു പാട്ടുണ്ട്. അപ്പൊ നമ്മുടെ യേശുദാസ് ആണ് അത് പാടിയത് കേട്ടോ. യേശുദാസും പി സുശീലയും. ഓ പക്ഷെ അതിന്റെ ആ പാട്ടിന്റെ ലിറിക്സ് എഴുതിയത് NN പിള്ളയാ. ഓ ഓസം.
അപ്പം അപ്പം അതാണ് കബാലികയുടെ ഒരു ബേസിക് പ്ലോട്ട് എന്ന് പറയുന്നതാണ്. ഒരു ബോംബെ നഗരത്തിൽ ഒരു ആക്ച്വലി ഇത് ബ്രോത്തൽ എന്ന് വിളിക്കാൻ പറ്റത്തില്ല, കാരണം പുള്ളിക്കാരി ഹൈലി എക്യുപ്ഡ് ആണ് അല്ലേ, ഭയങ്കര ടെക്നിക്കൽ അഡ്വാൻസ്ഡ് ഒക്കെയാണ് പുള്ളിക്കാരി. അപ്പൊ അതെ. ഒരു എസ്കോട്ട് സിസ്റ്റം പോലത്തെ എന്തോ ഒരു പരിപാടി നമുക്ക് പറയാം ആ ഇന്നത്തെ ആണ് കാലഘട്ടത്തില്. ആണ്. ഹൈ എൻഡ് ക്ലയൻസ്, ലെഡ്ജർ ബുക്സ്, അതുപോലെ CCTV, പ്രോപ്പർ റെക്കോർഡിങ്സ്, ക്യാമറ, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഭയങ്കര ഹൈലി ടെക്നിക്കലി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള അതെ. ഭയങ്കര ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ആർക്ക് റിയാക്ടർ പോലത്തെ ഒരു സെറ്റപ്പ് ഒക്കെ ഉണ്ട്. അതിങ്ങനെ ഇവര് പാനിക് ബട്ടൺ പോലത്തെ ഒരു സെറ്റപ്പാണ്. ഇപ്പം അവർക്ക് ക്ലയൻസ് എന്തെങ്കിലും മോശമായി പെരുമാറിയാൽ ഉടനെ തന്നെ ഇവിടെ സിഗ്നൽ വരും, CP അടിക്കും. Yes. സിറ്റി അലാം, അടിക്കും. മറ്റേ ഫയർ അലാം പോലെ അടിക്കും. അതായത് അതെ. അപ്പൊ അത് ബേസിക് പ്ലോട്ട് അതാണ്, അതായത് സെറ്റിംഗ് അതാണ്. നമ്മുടെ ഇങ്ങനത്തെ ഒരു ബ്രോത്തൽ സിസ്റ്റം ആണ്. അതിനകത്തിലെ എന്താണ് ഇതിന് പറഞ്ഞത്, വാർഡൻ എന്നാണ് എനിക്ക് വരുന്നത്. എന്താ ഇതിന് ബോസ് പറയുന്നത്? ലേഡി ബോസ് ലേഡിയാണ് നമ്മുടെ കബാലിക, അല്ലെങ്കിൽ കബാലികയാണ് അതിന്റെ CEO. ഷീസ് റിയലി റിച്ച് ആൻഡ് ഷീസ് റിയലി ബോസി കേട്ടോ. ഇങ്ങനെ ഇതിപ്പം ഈ പടം ഇറങ്ങിയത് 1973-ലാണ്. 1973-ല് നമുക്കറിയാമല്ലോ, ഡെഫിനറ്റ്ലി ആ കാലഘട്ടത്തിന്റെ കുറെ ജെൻഡർ ഡിഫറൻസസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പുള്ളിക്കാരി ഇങ്ങനെ കാലൊക്കെ കയറ്റി ഇങ്ങനെ ടേബിളിലൊക്കെ വെച്ച് ഇങ്ങനെ ആട്ടി, ആരാ ഇരിക്കുന്നേ, എന്താ ഇരിക്കുന്നേ, അതൊന്നും പുള്ളിക്കാരിക്ക് ഇഷ്ടമല്ല. പുള്ളിക്കാരി ഭയങ്കര സ്വാഗ് ആണ്. ഐ ഹാവ് ക്രിയേറ്റഡ് മൈ ഓൺ എംപയർ ആൻഡ് യു ആർ നോബഡി ടു ക്വസ്റ്റ്യൻ മീ കൈൻഡ് ഓഫ് ആറ്റിറ്റ്യൂഡ് ആണ് പുള്ളിക്കാരി. അതെ. അത് നമുക്ക് ഇപ്പൊ ഈ പിന്നീട് നമ്മുടെ മലയാള സിനിമയിലൊക്കെ കാണിക്കുന്ന ഒരു എങ്ങനത്തെ എന്തെങ്കിലും ഒരു എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു ഇപ്പൊ ഇങ്ങനത്തെ അതായത് ഷീലാമ്മയുടെ ബിസിനസ് പോലെ അല്ല, എന്തെങ്കിലും ഒരു നോർമൽ ബിസിനസ് ആണെങ്കിലും അതിന്റെയൊക്കെ ഒരു മുതലാളിയായിട്ട് വരുന്ന പെണ്ണുങ്ങളെയൊക്കെ കുറച്ച് ഇങ്ങനെ ബോസി ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞ് കുറച്ച് അഹങ്കാരം, ആ ഒരു 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 വല്ലാത്ത രീതിയിലല്ലേ പോർട്രേ ചെയ്യുന്നത്. അവരൊക്കെ ഭയങ്കര അഹങ്കാരികളാണ്. ഇപ്പം നോക്കുവാണെങ്കിൽ മറ്റേ ഇപ്പൊ എക്സാമ്പിൾ പറയാനായിട്ട് എന്താ ഉള്ളത്, ഇപ്പൊ മിസ്റ്റർ മരുമകന്റെ അകത്തെ മറ്റേ എന്താ പുള്ളിക്കാരുടെ പേര്, ഖുഷ്ബു. ഷീലാമ്മ ഉണ്ട് അതിനകത്തില് അല്ലെ, അമ്മ ഷീലാമ്മയല്ലേ? ഷീലാമ്മ അമ്മ. അപ്പൊ അതിന്റെ അകത്തെ ഖുഷ്ബു അതുപോലെ ആയിരിക്കും ഇങ്ങനെ ഈ എന്താ പറയുന്നത് എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഇങ്ങനെ ഒരു ഓൺട്രപ്രണേഴ്സ് ആയിട്ടുള്ള പെണ്ണുങ്ങളൊക്കെ ആണെങ്കിൽ അവരെ കാണിക്കുന്നത്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ പുള്ളിക്കാരി ത്രൂ ഔട്ട് അങ്ങോട്ട് അതെ, അതും മുമ്പിൽ വരുന്നവരൊക്കെ വെറും അശ്വക്കെ വിടുന്ന ഒരു പരിപാടിയാണ്. അത് ആക്ച്വലി പുള്ളിക്കാരി ഭയങ്കരമായിട്ട് അത് എന്താ പറയുന്നത്, ഷീ ഹാസ് ഓൺ ദ ക്യാരക്ടർ അല്ലെ. ഒരു ഭയങ്കര ഓറയുണ്ട് പുള്ളിക്കാരിക്ക്. ഭയങ്കര രസമാണ്. എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ ഇത് പറയുമ്പം അതൊരു അഹങ്കാരി ക്യാരക്ടറായിട്ട് നമുക്കിപ്പോ തോന്നും ഞങ്ങൾ പറയുമ്പോ, പക്ഷെ അങ്ങനെയല്ല. പുള്ളിക്കാരി ഒരു ഭയങ്കര എന്താ പറയുന്നത്, നമുക്ക് തന്നെ തോന്നും ഓക്കെ പുള്ളിക്കാരി പറയുന്നതിലെല്ലാം കാര്യമുണ്ട്. പുള്ളിക്കാരി പറയുന്നത് സ്റ്റേറ്റ്മെന്റ്സ് ആണ്, സ്റ്റേറ്റ്മെന്റ്സ് വിച്ച് മേക്ക് സെൻസ്, മോസ്റ്റ് ഓഫ് ഇല്ല, ഓൾ ഓഫ് ഇറ്റ്. അത് കൂടാതെ തന്നെ പുള്ളിക്കാരി പറഞ്ഞു കഴിയുമ്പം വായടച്ച് പഞ്ച ഉച്ചടക്കി നിൽക്കാനല്ല. അതെ, ഉമ്മക്കയൊക്കെ അവസാനം വന്നിട്ട് ഒരു ഷോ ഒക്കെ ഇറക്കാൻ നോക്കും, പക്ഷെ ഒരു കാര്യമില്ല. ഉമ്മക്കയുടെ ഡാഡിയെ വരെ ഞാൻ ഓൺ ചെയ്യുന്നൊക്കെ. അതെ, ഓൺ ചെയ്യുന്നുണ്ടല്ലോ പുള്ളിക്കാരി. ഉമ്മക്കയുടെ ഡാഡി ആയിട്ട് വരുന്നത് അടൂർ ബാസിയാണ്. അപ്പം ആര് വന്നിട്ട് ഒരു കാര്യമില്ല എന്നുള്ളൊരു ഇതാണ് തുടക്കം തൊട്ട് അവസാനം വരെ. അപ്പൊ ഇതിന്റെ ഒരു ബേസിക് പ്ലോട്ട് എന്ന് പറയുന്ന ഇതാണ്. കാപാലിക എന്ന പേരിൽ ബോംബെയിൽ പുള്ളിക്കാരിക്ക് ഒരു ബിസിനസ് ഉണ്ട്. പക്ഷെ പുള്ളിക്കാരിയുടെ യഥാർത്ഥ നാമം റോസമ്മ എന്നാണ്. റോസമ്മ എങ്ങനെ കാപാലികയായി, പിന്നീട് ബിസിനസ് ഒക്കെ നിർത്തി നാട്ടിലോട്ട് തിരിച്ചു വന്ന് നോർമലായി ജീവിക്കാൻ പോകുമ്പോൾ അവിടെ വേറൊരു സംഭവം, അങ്ങനെയൊക്കെ ഒരു പാർട്ടായിട്ട് നമുക്ക് വേണമെങ്കിൽ തിരിക്കാം. ഒരു ഇന്റർവെൽ എന്ന് പറയുന്ന പോലെ ഒരു പ്രോപ്പർ സെപ്പറേഷൻ ഉണ്ട് പടത്തിന്, രണ്ട് പാർട്ടായിട്ട് തന്നെ പറയാം. ഒരു ഇന്റർവെൽ ആയപ്പോഴത്തേക്കും പുള്ളിക്കാരി ബിസിനസ് ഒക്കെ നിർത്തിയിട്ട് തിരിച്ചു പോവാന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങളോടത്ത് ഇനിയും കിടക്കുവാണല്ലോ 1/4 മണിക്കൂർ. അല്ല, ഞങ്ങൾ നോക്കിയപ്പോ 1 മണിക്കൂർ ഉണ്ട് ബാക്കി ബിസിനസ് നിർത്താന്ന് പറഞ്ഞ സമയത്ത്. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ ചോദിക്കുകയും ചെയ്തു, ഇതെന്ത് പണ്ടായാലും ഇനിയിപ്പോ എന്ത് ഇവന്മാര് കാണിക്കാൻ പോകുന്നതെന്ന്. പക്ഷേ ഇൻട്രസ്റ്റിംഗ്. അതുണ്ടല്ലോ, അതിങ്ങനെ ട്വിസ്റ്റുകളൊക്കെ ഉണ്ട്. എനിക്ക് മറ്റേ ആദ്യത്തെ ട്വിസ്റ്റ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു. അതായത് ഇവരുടെ ക്ലയൻസിനെ കുറെയൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നുണ്ട് ആദ്യം തൊട്ട്. അപ്പൊ ആദ്യത്തെ ഒരു ക്ലയന്റിന്റെ കാര്യം പറയുന്നത് ഒരു പുള്ളി, ഒരു ഭയങ്കര എന്താ അഗർവാള എന്നുകൊണ്ട് പറയുന്ന ഒരു ഭയങ്കര
കോർപ്പറേഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു ആ, ഇതിന്റെ റെപ്രസെന്റേറ്റീവ് ആണെന്നും പറഞ്ഞുകൊണ്ടാണ് എൻ ഗോവിന്ദൻകുട്ടി, അദ്ദേഹം AG നമ്പ്യാർ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അപ്പൊ AG നമ്പ്യാർ വന്നിട്ട് പരിചയപ്പെടുത്തും. ഞാൻ ഇങ്ങനെ അഗർവാൾ കോർപ്പറേഷനോ അങ്ങനെ എന്തോ ഒരു ഇതിന്റെ എന്തുവായിരുന്നു, അയ്യോ, വെൽഫെയർ സെയിൽസ് ഒക്കെ മാനേജർ. ഉണ്ട്. വെൽഫെയർ മാനേജർ. വെൽഫെയർ മാനേജറാണ്. അപ്പൊ ഞങ്ങളുടെ ബോസ് മിസ്റ്റർ നായർ, അദ്ദേഹത്തിന് ഒരു വലിയൊരു ഒരു ക്ലയന്റിനെ കിട്ടാനുണ്ട്. അപ്പം നിങ്ങളുടെ ഹെൽപ്പ് വേണം എന്ന് പറഞ്ഞുകൊണ്ടാണ് കാപാലികനെ കാണാൻ വരുന്നത്. അതായത് ഇവര് മറ്റേ നായറും പിന്നെ മറ്റേ ഈ പറഞ്ഞ ക്ലയന്റുമായിട്ടൊരു ബിസിനസ് ഡീല് നടത്താനായിട്ട്, വലിയൊരു ബിസിനസ് ഡീലാണ്. അപ്പൊ അത് നടത്താനായിട്ട് പുള്ളീനെ സന്തോഷിപ്പിക്കണം. അപ്പൊ പുള്ളീനെ സന്തോഷിപ്പിക്കലാണ് നമ്മുടെ വെൽഫെയർ മാനേജറിന്റെ പണി. വെൽഫെയർ മാനേജർ എന്നാണ് പേര്, പക്ഷെ ചെയ്യുന്നത് മാമാ പണിയാണ്. ഡബിൾ MA ആണ് പുള്ളി. അപ്പം അങ്ങനെ കൊണ്ടുവന്ന് കാപാലികനെ നീ അങ്ങനെ കാണുന്നതാണ്. പറയാതെ എനിക്ക് സങ്കടം വരും. എന്തോ ഇവിടെ ഈ കുത്തത്തെ പോലൊരു ഫീലിംഗ്. അല്ല, അത് MA എന്ന് പറഞ്ഞുകൊണ്ടാണ് കേട്ടോ. കുമാരിക്ക് ഡബിൾ MA ഉണ്ട്, അതുകൊണ്ടാണ്. യെസ്. അപ്പോൾ വെൽഫെയർ മാനേജറാണ് അദ്ദേഹം. അപ്പൊ വെൽഫെയർ മാനേജർ കൊണ്ടുവരുന്ന ക്ലയന്റിനെ സന്തോഷിപ്പിക്കാനായിട്ട് കാപാലികയുടെ കയ്യില് കുറച്ച് ലേഡീസ് ഒക്കെ ഉണ്ട്. അപ്പൊ അതില് ഹൈ എൻഡ് ക്ലയൻസിന് മാത്രം എന്താ പറയുന്നത് സർവീസ് ചെയ്ത് കൊടുക്കുന്ന ഒരു ലേഡീനെ വിളിക്കും. പ്രഭ എന്നാണ് പുള്ളിക്കാരിയുടെ പേര്. പ്രഭ, ഭർത്താവ് അറിയാതെയാണ് പ്രഭ ഈ സർവീസിനായിട്ട് വരുന്നത്. ഭർത്താവ് എന്തോ ബാങ്കിലെ വലിയ മാനേജർ ആണെന്നോ എന്തോ വലിയ ഉദ്യോഗസ്ഥനാണെന്ന് ആദ്യമേ പറയുന്നുണ്ട് കേട്ടോ പുള്ളിയുടെ തന്നെ. അപ്പം ഭർത്താവ് അങ്ങനെ ഒരു ഇത് പറയുന്നുണ്ട്, എന്തോ മാനേജറാണ്. അപ്പം അദ്ദേഹത്തിന് എന്തോ ബിസിനസിന്റെ ഇതില് ഉയർച്ചയൊക്കെ കിട്ടാൻ പോവുകയാണ് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പൊ അത് കഴിഞ്ഞിട്ട് പ്രഭ വരുന്നു, ക്ലയന്റ് ഹാപ്പി ആവുന്നു, ഭയങ്കര കുശാലായിട്ട് പുള്ളി നമ്മുടെ AKG നായറാണോ നായർ അല്ല, AK നായർ ഉമ്മർജിയാണ്. നമ്മുടെ AG നമ്പ്യാർ. AG നമ്പ്യാറിന്റെ അടുത്ത് പറയുന്നു. അപ്പൊ പരിപാടിയൊക്കെ കഴിഞ്ഞു, സെറ്റിൽമെന്റ് ഒക്കെ കഴിഞ്ഞു പോകാൻ നിൽക്കുമ്പോൾ AG നമ്പ്യാരോട് പറയും, പ്രഭേനെ ഒന്ന് കണ്ടിട്ട് പോകാം, തീർച്ചയായും കണ്ടിരിക്കണം എന്നൊക്കെ പറയും. അപ്പൊ അങ്ങനെ ഇങ്ങനെ നിർബന്ധിച്ചു കൊണ്ടുപോയി പ്രഭേനെ കൊണ്ട് കാണിക്കുമ്പോഴാണ് AG നമ്പ്യാർ അറിയുന്നത് അത് നമ്പ്യാരുടെ ഭാര്യയായിരുന്നു. ഭവാനി കുട്ടിയായിരുന്നു അത്. ഭവാനി, ഭവാനി ആയിരുന്നു. അത് എനിക്ക് അത്യാവശ്യം നല്ല ഒരു എന്താ പറയുന്ന, എനിക്ക് ഭയങ്കര ഒരു നല്ലൊരു ഷോക്കായിരുന്നു. അത് പ്രത്യേക തരത്തിലൊരു ട്വിസ്റ്റ് ആയിരുന്നു. എന്താ ഷോക്കായോ എന്നുള്ളൊരു നമ്മുടെ ദേവ്ജി ചോദിക്കുന്ന പോലെ AG നമ്പ്യാർ ഒരു നിമിഷം പതറിപ്പോയി. പക്ഷെ അവിടെ ഉണ്ട് കാണുമ്പം നമുക്ക് ഒരു സങ്കടം തോന്നുന്നു. അല്ല, AG നമ്പ്യാർ അന്നേരം എന്താ പറയുന്ന ഒരു കലിപ്പ് മൂഡിലോട്ട് പോയി. എന്താ പറയുന്നത്, ഇവളെ ഞാൻ ഡിവോഴ്സ് ചെയ്യും എന്നൊക്കെയുള്ള രീതിയിലൊക്കെ ഇങ്ങനെ ഇപ്പൊ വെട്ടി കണ്ടം തുണ്ടാക്കും എന്നൊക്കെ ഉള്ള ഒരു അവസ്ഥയിൽ നിൽക്കും. പക്ഷെ കാപാലിക 2 ഡയലോഗ് പറയുമ്പോഴത്തേക്കും പുള്ളി അശ്വയി മാറും. അതാണ് ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള ഡയലോഗ്സ് അല്ല. അത് മാത്രമല്ല, ഈ ഡയലോഗിന്റെ കാര്യം പറയുമ്പോഴാണ് ഇതിനകത്തല്ല മറ്റേത് പറയുന്നത്, മറ്റേ വ്യഭിചാരം ഒരു ജന്തു സഹജമാണ്, പക്ഷെ കുട്ടിക്കൊടുപ്പെന്ന് പറയുന്നത് മനുഷ്യൻ മാത്രം ചെയ്യുന്ന വൃത്തികെട്ട പണിയാണെന്ന് പറയുന്നത് ഈ പുള്ളിയോടാണ്. അതെ, AG നമ്പ്യാരോടാണ് അത് പറയുന്നത്. കാരണം പുള്ളി പിമ്പാണല്ലോ. മറ്റേ അപ്പൊ ഭാര്യ ചെയ്യുന്നത് തെറ്റാണ്, പക്ഷെ താൻ ചെയ്യുന്നത് ഗ്ലോറിഫൈ ചെയ്ത് പുള്ളി ആദ്യം പറയും ദേഷ്യപ്പെടുന്ന സമയത്ത്. പക്ഷെ അത് ഗ്ലോറിഫൈ ചെയ്യേണ്ട കാര്യമല്ല. മറ്റേത് പിന്നെയും നാച്ചുറൽ ആണ്. സെക്സ് ഇസ് വാട്ട് ഡ്രൈവ്സ് ഹ്യൂമൻ ബീങ്സ് എന്ന് കാബാലിക പറയുന്നത്. പിമ്പിങ് ഇസ് നോട്ട് നാച്ചുറൽ, ഇറ്റ് ഇസ് ഓൺലി ഡൺ ബൈ ഹ്യൂമൻ ബീങ്സ് എന്ന് പറയുന്ന ഒരു മനോഹരമായ ഒരവസ്ഥ. അത് മാത്രല്ല ഇവര് ഇതിനകത്ത് ഈ സ്ക്രിപ്റ്റ് എഴുതിയേക്കുന്നതിന്റെ അകത്തിൽ ഈ ക്ലയന്റും അതുപോലെ കാപാലികയും തമ്മിലുള്ള ആ ഒരു ട്രാൻസാക്ഷൻ, ഇവർക്ക് എത്ര മണി കിട്ടുന്നുണ്ട്. ഇപ്പം ക്ലയന്റ് സത്യം പറഞ്ഞാല് അല്ല, ഈ ഒരു ട്രാൻസാക്ഷനില് ഈ ഒരു ബിസിനസ് നടക്കുമ്പം
ആഹ് അതിന്റെ ആ പെണ്ണിന് കിട്ടുന്നത് 500, കാബാലികയ്ക്ക് 500, പിന്നെ എന്റെ ബ്രോക്കർ അതായത് പിമ്പിന് 200. അങ്ങനെ ഭയങ്കര സിസ്റ്റമാറ്റിക് ആയിട്ട് ഭയങ്കര കാൽക്കുലേറ്റഡ് ആയിട്ട് ഒരു എന്താ പറയുന്നത്, എല്ലാം ഭയങ്കര വൃത്തിക്കാണ് ഇത് എഴുതി ആ വെച്ചിരിക്കുന്നത് അല്ലേ. അതെ. ഉം. അപ്പൊ ഒരു അത് ഒരു ഭയങ്കര സ്മൂത്ത് രസം. എസ്റ്റാബ്ലിഷ്മെന്റ് ആണെന്ന് നമുക്ക് മനസ്സിലാവും. ആ മനസ്സിലാവും. രീതിയിലാണ് അവര് ലെഡ്ജർ ബുക്ക് ഉണ്ട്. അതെ അതെ അതെ. പിന്നെ ഇൻകം ടാക്സിന്റെ വരെ അതിന്റെ അത് നമ്മുടെ എ കെ നായർ നമ്മുടെ ഉമ്മുക്ക വ്യഭിചാരത്തിന് ലെക്ചർ അടിച്ച ലെക്ചർ. വ്യഭിചാരത്തിന്റെ ലെഡ്ജർ ഓരോ തവണയും പുള്ളി ഞെട്ടും ഇങ്ങനെ പറയുമ്പോ. വ്യഭിചാരത്തിന് ലെഡ്ജറോ, വ്യഭിചാരത്തിന് ഇൻകം ടാക്സോ. കാര്യം കാബാലിക ഭയങ്കര മെത്തോഡിക്കലാണ്. പുള്ളിക്കാരുടെ വരുന്ന ക്ലയൻസിന്റെ ലെഡ്ജർ ഉണ്ട്. പിന്നെ അവര് ഇനിയിപ്പോ എന്തെങ്കിലും പൈസ തരാതെ മുങ്ങാൻ നോക്കിയാൽ അത് തടയാനുള്ള സിസ്റ്റം ഉണ്ട്. ആരെങ്കിലും റോങ് ആയിട്ട് ബിഹേവ് ചെയ്ത് കഴിഞ്ഞാൽ അവരെ അടിച്ച് പുറത്താക്കാനായിട്ടുള്ള ആൾക്കാരുണ്ട്, ബൗൺസേഴ്സ് ഉണ്ട്. പിന്നെ പാനിക് ബട്ടൺ, അങ്ങനെയുള്ള സിസ്റ്റം ഒക്കെ ഉണ്ട്. അപ്പം പിന്നെ അവര് ഈ സർവീസിനുള്ള ഗേൾസിനെ വിളിക്കുമ്പോഴാണ് ഇനി അവരൊരു കോഡൊക്കെ ഉണ്ട്. ഇപ്പം ഭർത്താവോ അല്ലെങ്കിൽ അങ്ങനെ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അവരറിയാതെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള കോഡും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെ ഭയങ്കര രസമാണ് കണ്ടോണ്ടിരിക്കാൻ. അപ്പം ഈ ഒരു മൊമെന്റില് നമ്മുടെ എന്താ പറയുന്നേ, എ ജി AG നമ്പ്യാറ് നമ്പ്യാർ. രോഷാകുലനായി അവിടെ ഒരു സീൻ ക്രിയേറ്റ് ചെയ്യുമെന്ന് വിചാരിച്ചപ്പം ഇങ്ങനെ ഒരു ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോ നീ ചെയ്യുന്നത് അത്ര വലിയ മഹത്തരമായിട്ടുള്ള പരിപാടിയൊന്നുമല്ല. അതുകൊണ്ട് ഞങ്ങൾ അറേഞ്ച് ചെയ്ത് തരുന്ന ടാക്സിയിൽ രണ്ടുപേരും ഹാപ്പി ആയിട്ട് പോകും. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ നിങ്ങളുടെ ജീവിതം ജീവിക്കും എന്ന് പറയും. ഒരു പുള്ളി എക്സ്ട്രാ പറയുന്നത് ഈ പ്രശ്നം ഉണ്ടായതിന് എക്സ്ട്രാ 200 ടിപ്പും കൊടുക്കും. അങ്ങനെ 900 റുപ്പീസുമായിട്ടാണ് അവർ തിരിച്ചു പോകുന്നത്. 700 അതെ. കിട്ടണ്ടപ്പം ആ പിമ്പിങ്ങിന് 200 ആൻഡ് ഫോർ ഹെർ സർവീസ് 500. അപ്പം രണ്ടുകൂടെ 700 വരുത്തുള്ളൂ. പക്ഷെ ഈ ഒരു അടി ഉണ്ടായതുകൊണ്ട് കാബാലിക ഭയങ്കര എന്താ പറയുന്നത്, അതെ ഐ മീൻ ചാരിറ്റി മൂഡ് എന്നുള്ള ഒരു അവസ്ഥയിലായതുകൊണ്ട് അതെ 900 മനീഷ് കൊടുത്തു വിടും. പുള്ളിക്കാരി പറഞ്ഞ് മനസ്സിലാക്കും. ഇപ്പം നിനക്കിപ്പോ ഒരു ബോണസ് ആണ് കിട്ടിയിരിക്കുന്നത്. നീ ഇത്രയും നാളെ നീ വല്ലവന്റെയും ഭാര്യേനെയാണ് കൂട്ടിക്കൊടുത്തോണ്ടിരുന്നത്. ഇന്ന് നീ സ്വന്തം ഭാര്യേനെ സ്വന്തം ഭാര്യനെ കൂട്ടിക്കൊടുത്തു. കൂട്ടിക്കൊടുത്തു. എ ജി നമ്പ്യാർ അങ്ങോട്ട് നിന്ന് അള്ളിയുവാണ്. പുള്ളിക്ക് വേറെ ഓപ്ഷൻ ഒന്നുമില്ല. പുള്ളി എന്താ പറഞ്ഞോണ്ടിരുന്നത്, ഞാൻ ഇവളെ വീട്ടിൽ കൊണ്ടാക്കും എന്നിട്ട് ഡിവോഴ്സ് ചെയ്യും എന്നൊക്കെ പറഞ്ഞോണ്ടിരുന്നതാണ്. പക്ഷെ ഇത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് പുള്ളിക്ക് എന്താ പറയണ്ടേന്ന് അറിയാൻ പാടില്ല. എന്താ പറയേ മോളോട് എന്നുള്ളൊരു അവസ്ഥയിൽ അളിഞ്ഞു നിൽക്കും. അത് പുറത്തിറങ്ങി വരുമ്പോ മറ്റേ അങ്ങേര് ചോദിക്കും എങ്ങനെ ഉണ്ടായിരുന്നു, പെണ്ണെങ്ങനെയുണ്ട് എന്ന് ചോദിക്കും. എനിക്കൊന്നും പറയാൻ വാക്കുകളില്ല എന്നുള്ളൊരു അവസ്ഥയിലാണ്. അപ്പൊ അത് അങ്ങനത്തെ ഒരു മനോഹരമായിട്ടുള്ള ഒരു സീനാണ്. പിന്നെ ക്ലയന്റ് 2 ആയിട്ടാണ് നമ്മുടെ വിജയ് ജി വരുന്നത്. വിജയ് അതെ അതെ വിജയരാഘവൻ ഒരു ഡീഫ്ലവേർഡ് അല്ല, ഡീഫ്ലവർ ആകാൻ വേണ്ടി വരുന്ന ഒരു വരുന്നതാണ്. അതെ 18കാരൻ പയ്യന്. അതെ കന്യകനാണ് പുള്ളി ഇതില് വന്നു കഴിഞ്ഞ. അത് ഭയങ്കര നാണമൊക്കെയാണ്. പുള്ളി ഇങ്ങനെ ഭയങ്കര ഷൈ ആയിട്ട് എനിക്ക് പേടിയാന്നൊക്കെ, ഞാൻ ഭയങ്കര പോകുവാന്നൊക്കെ. ഭയങ്കര ക്യൂട്ടാണ് പുള്ളി. ഇപ്പോ അല്ല, ശരിക്കും എനിക്ക് തോന്നുന്നു വല്ല 18 16 വല്ല വയസ്സ് കാണത്തുള്ളൂ. കണ്ടിട്ട് അങ്ങനത്തെ ഒരു ലുക്കാണ് നമുക്ക് തോന്നുന്നത്. ഭയങ്കര ഭയങ്കര കാണുമ്പോൾ സൃഷ്ടിച്ച് പുള്ളിയുടെ ഒരു നോർമൽ ഒരു ലുക്ക് അല്ല, ഒരു പുള്ളി അതുപോലെ തിരിച്ചറിയാത്തൊരു ലുക്കാണ്. അതെ ക്ലോസപ്പിൽ കാണിക്കുമ്പോൾ മാത്രമേ നമുക്ക് മനസ്സിലാവുള്ളൂ പുള്ളിയാന്ന്. ഞാൻ ഞാൻ ഉമ്മൊക്കെയാണെന്നൊക്കെ ഓർത്തോണ്ട് ഉമ്മറാണെന്നൊക്കെ എന്താണേലും ഇപ്പോ പല ക്ലയൻസിനെ കാണിക്കുന്നുണ്ട്. ഒരു ചെറിയ ആളെ കാണിക്കുന്നുണ്ട്, ഹൈറ്റ് കുറഞ്ഞ ആളെ കാണിക്കുന്നുണ്ട്. എന്നിട്ട് പുള്ളി ഇങ്ങനെ പറയുന്നത് റൈനോ ആയിട്ടുള്ള പുള്ളി എന്താ പ്രൊഫസറാണ്, പ്രൊഫസർ പ്ലാന്തോണ് പ്ലേറ്റ് ആണ്. എന്താ പ്ലാന്തോട്ടോ അങ്ങനെ എന്താ പറയും. അത് പുള്ളി ഈ എന്താ ജംബോ സർക്കസില് റൈനോയുടെ പുറത്ത് കയറി നിൽക്കുന്ന ആളാണ്. അപ്പം പുള്ളിക്ക് അത് ഓരോ ഇവരുടെ സിസ്റ്റം അനുസരിച്ച് അത്ത എന്ന് പറഞ്ഞ ക്യാരക്ടറിൽ നമ്മുടെ എന്താണ് ഓമന, പുള്ളിക്കാരി എന്തോമന, ഓമനയാണോ? എന്താണ്ട് ഓമനയാണ്, എന്തായിരുന്നു അത്? പുള്ളിക്കാരിയുണ്ട്. അപ്പം പുള്ളിക്കാരി ഈ പറഞ്ഞ പോലെ തന്നെ ഒന്നും മനസ്സിലാകത്തില്ല നമുക്ക്. അതായത് ഞാന് ഇത് ആരാണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് പിന്നെ അടിച്ചു നോക്കിയപ്പോഴാണ് മനസ്സിലായത് ഈ പുള്ളിക്കാരിയാണ്, ഈ ഓമന പക്ഷെ എന്നുള്ള. ഇപ്പോഴും എനിക്ക് അങ്ങോട്ട് വിശ്വസനീയമായിട്ട് തോന്നുന്നില്ല. എനിക്ക് ആ ഓമനയാണ് ഈ ഓമന എന്ന് എനിക്ക് അങ്ങോട്ട് തോന്നുന്നില്ല. അതില് ഒന്നെങ്കിൽ നിന്നെ IMDb-ക്കാര് ചതിച്ചതാവും, അല്ലെങ്കിൽ അല്ലല്ല ടി ആർ ഓമന, അതാണ് പുള്ളിക്കാരിയുടെ ടി ആർ ഓമനയാണ്
പുള്ളിക്കാരി ഇഷ്ടം പോലെ കുറെ പടത്തിൽ അഭിനയിച്ചിട്ടുണ്ട് മലയാളത്തില്. അത് നമുക്ക് ഭയങ്കര സുപരിചിതമായിട്ടുള്ള മുഖമാണ്, പക്ഷെ ഈ മുഖം കണ്ടു കഴിഞ്ഞാൽ ആ മുഖമാണെന്ന് നമ്മൾ പറയത്തില്ല, അതാണ് പ്രശ്നം. സന്ദേശത്തിന്റെ അകത്തൊക്കെ ഉണ്ട് പുള്ളിക്കാരി. ഉം. അപ്പം ആ, അപ്പം പുള്ളിക്കാരി എന്താ പുള്ളിക്കാരിയും ബഹദൂറുമാണ് ഷീലയുടെ എന്താ പറയുന്നേ സ്റ്റെപ്പിനി ജോലിക്കാർ. ആ ജോലിക്കാർ അതെ. അപ്പം ബഹദൂറാണ് ഷീലാമ്മയുടെ രജിസ്റ്റേർഡ് ഹസ്ബൻഡ്. ഒരു ബിസിനസ് നടത്താൻ വേണ്ടി രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഒരു, പക്ഷെ നമ്മളെ തുടക്കം തൊട്ടൊരു വേലക്കാരൻ എന്നുള്ള ഒരു രീതിയിലാണ് കാണിക്കുന്നത്. പിന്നീടാണ് പറയുന്നത് അത് രജിസ്റ്റേർഡ് ഫസ്റ്റ് ഹസ്ബൻഡ്. സീൻ തന്നെ അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നു. ഈ പുള്ളിക്കാരി കുളിച്ചിട്ട് ഇറങ്ങുമ്പോ ബഹദൂറോടെ ബാക്കിൽ നിന്ന് നോക്കുമല്ലോ. ഒളിഞ്ഞു നോക്കുന്നതൊക്കെ. അപ്പൊ അതിന് പിന്നിൽ ഇങ്ങനെ ഒരു കാര്യമുണ്ട്. കാര്യം പുള്ളിക്കാരി രജിസ്റ്റർ ചെയ്തു എന്ന് പറയുമ്പോഴത്തേക്കും ഒഫീഷ്യലി പുള്ളിക്കാരിയുടെ ഹസ്ബൻഡ് ആണല്ലോ, പക്ഷെ ഒരു വേലക്കാരനെ പോലെയാണ് പക്ഷെ പുള്ളിക്കാരി നമ്മളോട് ആദ്യം പറയുന്നില്ല, സെക്കൻഡ് ഹാഫിലാണ്, അവസാനമാണ് നമ്മളോട് പറയുന്നത്. പറയുന്നത്. അതെ. അപ്പം അതിനും പുള്ളിക്കാരിക്ക് ഒരു ഡയലോഗും ഉണ്ട്. എല്ലാ ഭർത്താക്കന്മാരും വേലക്കാരല്ലേ എന്നുള്ളൊരു ഒരു ഡയലോഗും പറയുന്നുണ്ട്. അല്ല, പക്ഷെ ഉണ്ടല്ലോ വേറെ ഇതിനകത്ത് വേറെ ഒരു കാര്യം ഞാൻ ഇങ്ങനെ ശ്രദ്ധിച്ചത്, അതായത് ഞാൻ പറഞ്ഞല്ലോ ഈ കാലഘട്ടം നമ്മുടെ മനസ്സിൽ എപ്പോഴും കാണണം. 1973 എന്ന് പറയുന്ന ഒരു കാലത്ത് ഇന്ന് പോലും നമുക്ക് ഓപ്പൺ ആയിട്ട് ഇരുന്നിട്ടൊരു സെക്സിനെ കുറിച്ചോ അല്ലെങ്കിൽ ഈവൻ പീരിയഡ്സിനെ കുറിച്ച് പോലും സംസാരിക്കുന്നത് നമുക്ക് ബുദ്ധിമുട്ടുള്ള ഒരു കാലമാണ് ഇപ്പൊ പോലും. അപ്പൊ അന്നത്തെ പുള്ളിക്കാരി അതിനെ ഒന്ന് എന്താ പറയുന്നത്, ആ ഒരു സ്റ്റിഗ്മ മാറ്റാൻ ഭയങ്കരമായിട്ട് നോക്കിയിട്ടുണ്ട്. അതായത് പുള്ളിക്കാരി ഇങ്ങനെ പറയുന്നുണ്ട്, ബഹദൂറിനോടാണെങ്കിലും ബഹദൂറിന്റെ ക്യാരക്ടർ ഈ ഗോപാൽ എന്ന് പറയുന്ന ഹെൽപ്പ് ക്യാരക്ടറിനോട് പുള്ളിക്കാരി കണ്ടു ബഹദൂർ നോക്കുന്നത്, കുളിച്ചിട്ട് ഇറങ്ങിയപ്പോ ബഹദൂർ നോക്കുന്നത് പുള്ളിക്കാരി കണ്ണാടി വഴി കണ്ടു. അപ്പം ബഹദൂറിനോട് ചോദിക്കുകയാണ്, നീ എന്നെ നോക്കിയോ? ബഹദൂർ പറയില്ല. അത് അപ്പം പുള്ളിക്കാരി അതെന്താ നോക്കാത്തത്, എന്നെ പോലെ ഒരു സുന്ദരിയെ കണ്ടിട്ട് നിങ്ങൾക്ക് നോക്കാൻ തോന്നി? പുള്ളിക്കാരി എന്നാ പിന്നെ ഇപ്പൊ നോക്കിക്കോളാൻ പറഞ്ഞിട്ട് പുള്ളിക്കാരി അവിടെ നിന്ന് ഇങ്ങനെ പോസ്റ്റ് ചെയ്യണം. അങ്ങനെ ഭയങ്കരമായിട്ട് ആ ഒരു എന്താ പറയുന്നത്, ഇതൊരു നാച്ചുറൽ ഇൻസ്റ്റിങ്ക്റ്റ് ആണ്, ഹ്യൂമൻ ബീങ്സിലുള്ള ഒരു ഇൻസ്റ്റിങ്ക്റ്റ് ആണ് എന്ന് പറയുന്ന രീതിയിൽ പുള്ളിക്കാരി അതിനെ ഭയങ്കരമായിട്ട് നോർമലൈസ് ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. എനിക്കത് ഭയങ്കര അത്ഭുതമായിട്ട് തോന്നി അന്നത്തെ ഒരു പടത്തില് ഇങ്ങനത്തെ ഒരു കാര്യം പ്രസന്റ് ചെയ്യുന്നത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. അതൊരു ഓക്വേർഡ് ആയിട്ടുള്ള ഒരു ഇതായിട്ടോ ഒന്നും പുള്ളിക്കാരി കണക്കാക്കുന്ന പോലും ഇല്ല. അത് എല്ലാ സീനിലും അങ്ങോട്ട് ഓൺ ചെയ്യുകയാണ് പുള്ളിക്കാരി. ഇപ്പം നമുക്ക് അതൊരു ഭയങ്കര എന്താ പറയുന്ന ഒരു വൃത്തികേടായിട്ടോ അല്ലെങ്കിൽ ഭയങ്കര എന്താ പറയുന്ന ഒരു ഏപ്പടം കാണുന്ന പോലത്തെ ഫീലിങ്ങോ അങ്ങനെയൊന്നുമല്ല. ഭയങ്കര സെൻഷ്വൽ ആയിട്ടാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. അതെ അതെ അതെ. അതുപോലെ തന്നെ നാലാമത്തെ ഇതിന്റെ ഇടയ്ക്ക് നമ്മൾ പറഞ്ഞല്ലോ മറ്റേ ഈ ഫയർ അലാം പോലത്തെ ഒരു സാധനം അവിടെ ഉണ്ടെന്ന്. നാലാമത്തെ ക്ലയന്റ് മറ്റേ ഒരു പഞ്ചാബിക്കാരൻ എന്തോ, ഇത് മഹാരാഷ്ട്രയിലാണ് നടക്കുന്നത് കേട്ടോ. അപ്പം മുംബൈയിലെ തെരുവിലൊക്കെയാണ് നടക്കുന്നത്. പിന്നെ ആ ഒരു മുംബൈ ഏരിയ ആണ് കാണിക്കുന്നത്. നമുക്ക് ഇടയ്ക്ക് ഇങ്ങനെ ഒരു വലിയ ഷോട്ട് ഞാൻ നോക്കിയപ്പോ ഒരു സ്ട്രീറ്റിന്റെ ഷോട്ട് ഒരു 5 വെറുതെ എന്തോ കാറൊക്കെ പോകുന്ന ഒരു സ്ട്രീറ്റ്, നമുക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണല്ലോ, അപ്പൊ അങ്ങനെ വ്യക്തമായിട്ട് അങ്ങനെ എല്ലാം കാണത്തില്ല. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ ഓർത്ത് ഇതെന്തോന്ന്, ഇത് കുറെ നേരം ആയല്ലോ, വെറുതെ ചന്തയൊക്കെ കാണിക്കും. കുറെ നേരം കഴിഞ്ഞപ്പോഴാണ് ഈ അതിന്റെ ഓരോ കവാടങ്ങളില് ഡോർ ഫ്രെയിമുകളിൽ ഇങ്ങനെ സ്ത്രീകൾ നിൽക്കുവാണ്. എനിക്ക് തോന്നുന്നു പ്രോബ്ലി റെഡ് സ്ട്രീറ്റ് പോലെയോ അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും ഒരു മാർക്കറ്റ് പ്ലേസ് ആയിരിക്കും കാണിച്ചിട്ടുണ്ടാവുക. അപ്പൊ എനിവേസ് അതിന്റെ അകത്തില് ഈ പുള്ളിക്കാരിയുടെ ഈ അഡ്വാൻസ്മെന്റ് ടെക്നിക്കൽ അഡ്വാൻസിങ് സാധനം കാണിക്കാൻ വേണ്ടി ഒരു പഞ്ചാബി കയറി വരുന്നുണ്ട്. പഞ്ചാബി വന്നിട്ട് അവിടെ പുള്ളിക്കാരിയുടെ ഒരു അവിടെ വർക്ക് ചെയ്യുന്ന ഒരു പെൺകുട്ടിയായിട്ട് ട്രാൻസാക്ഷനിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കുറച്ചു നേരം കഴിയുമ്പോഴത്തേനും അലാം അടിക്കും, പി 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 അടിക്കും. അവിടുന്ന് സെക്യൂരിറ്റി ഗാർഡ് നാട്ടുകാരൊരു ശരിക്കും തീ പിടിച്ച പോലെ ആൾക്കാരെല്ലാം ഓടി വരുന്നതാണ്. അപ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് ഈ ക്ലയൻസ് ഇവരുടെ അവിടെ ജോലി ചെയ്യുന്ന സ്ത്രീകളെ ഉപദ്രവിച്ചു കഴിഞ്ഞാലും അവിടെ സെക്യൂരിറ്റി ബ്രീച്ച് ഉണ്ടാവുകയും അല്ലെങ്കിൽ അവിടെ പ്രശ്നങ്ങൾ വെച്ചിട്ടുണ്ട് അവരെ അടിച്ച് പുറത്താക്കാനായിട്ട്. എന്നിട്ട് എന്തോ അവസാനം എന്താ പറയില്ല, അത് മുതലക്കുഞ്ഞുങ്ങൾ തിന്നുന്നു, ചോര കുടിക്കുന്നു, നീ വെള്ളത്തിൽ ഒഴുകി നടക്കുന്നു എന്ന് പറയുന്നത്. അതെ, കൂടുതൽ കളിച്ചു കഴിഞ്ഞാല് നിന്നെ കൊന്ന് കായലിലിടുക എന്നുള്ള രീതിയിലൊക്കെ. അപ്പം എന്താ പറയുക, നിന്റെ ചോര പോലെ കിട്ടില്ല. അത് ഇടുന്നാണോ ഇന്ന് ഇടാൻ പോകുവാന്നാണോ പറയുന്നത്? ഇടാൻ പോകുന്നാ പറഞ്ഞത്. ഇപ്പൊ മർഡർ അതുകൊണ്ട് അതവനെ പേടിപ്പിക്കാൻ വേണ്ടിട്ട് പറഞ്ഞതാവാം. ഒരുപാട് പുള്ളിക്കാരി സീരിയസ് ആയിട്ട് പറയുന്നത്.
ഇതിന്റെ ചോര ഇനിയും കൂടുതൽ ഷോ കാണിച്ചാല് ഇതിന്റെ ചോര പോലും കിട്ടില്ല എന്നുള്ള രീതിയിൽ അങ്ങനെ എന്തോ ആണ് പറയുന്നത് ഇപ്പം. അപ്പൊ അങ്ങനെ ഒരു ഇൻസിഡന്റും കാണിക്കുന്നുണ്ട്. എന്തുമാത്രം ക്ലയൻസിനെ അവര് ടേക്ക് കെയർ ചെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, എസ്കോർട്ട് സിസ്റ്റം പോലത്തെ പരിപാടിയാണ് കാണിക്കുന്നത്. പക്ഷെ ക്ലയൻസിനെ എത്രത്തോളം കെയർ ചെയ്യുന്നുണ്ട് അത്രയും തന്നെ ഇമ്പോർട്ടൻസ് അവര് അവരുടെ അവിടെ വർക്ക് ചെയ്യുന്ന ക്ലയൻസിനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി വരുന്ന ഗേൾസിനും അത്രയും തന്നെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട് ഈ കാപാലികയുടെ ഒരു സിസ്റ്റവും കാര്യങ്ങളൊക്കെ. കാര്യം അത് നമ്മുടെ AG നമ്പ്യാറിന്റെ ഈ സീനിൽ തന്നെ വ്യക്തമാണല്ലോ. കാബാലിക്ക് ഇത് അവരെ പാച്ചപ്പ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല, പക്ഷെ നീ മര്യാദക്ക് നിന്നോണം എന്ന് പറഞ്ഞ്. ശരിയാണ്. അപ്പം ആ പുള്ളിക്കാരിയുടെ എംപ്ലോയീസിനെയൊക്കെ പുള്ളിക്കാരി ടേക്ക് കെയർ ചെയ്യുന്നുണ്ട് എന്നുള്ളത് നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. ഇപ്പം TR ഓമനയുടെ അത്ത ക്യാരക്ടർ ആണെങ്കിൽ ആണ് ഈ ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ ഓവർസീ ചെയ്യുന്നത്. അതായത് ഇങ്ങനെ എന്തെങ്കിലും ആരെങ്കിലുമൊക്കെ ഇഷ്യൂസ് ഉണ്ടാക്കുന്നുണ്ടോ എന്നൊക്കെ ഉള്ള. അതിനും പുള്ളിക്കാരി ഈ മറ്റേ നമ്മുടെ ഈ പഴയ സിനിമയിലൊക്കെ ഈ ഫോണൊക്കെ ടാപ്പ് ചെയ്യുമ്പോഴത്തേക്ക് കുറെ ഇങ്ങനെ ഒരു മെഷീനൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ഹെഡ്സെറ്റ് ഒക്കെ വെച്ച് കേട്ടോണ്ടിരിക്കുക. അങ്ങനത്തെ എക്യുപ്മെന്റ് ഒക്കെ ഉണ്ട്. ഇവരെന്താണ് അവിടെ ഇഷ്യൂസ് ഉണ്ടാക്കുന്നുണ്ടോ എന്നൊക്കെ അറിയാനായിട്ട്. ക്യാമറയുണ്ട്, അതെ അതെ അതെ, അതുകൊണ്ട് അപ്പൊ ഈ ഓമനയുടെ ക്യാരക്ടർ പുള്ളിക്കാരി നമുക്ക് മനസ്സിലാവാത്ത രീതിയിലാണ് പുള്ളിക്കാരി ചെയ്യുക. അതായത് ഞാൻ നോക്കുമ്പോഴത്തേക്ക് പുള്ളിക്കാരി ഒരു പ്രത്യേക രീതിയിലാണ് നടക്കുന്നത്. ഇടയ്ക്ക് ഈ എന്താ പറയുന്നത്, റോബോട്ടിലൊക്കെ ഇങ്ങനെ എണ്ണ ഒഴിക്കാൻ മറന്നു പോകുമ്പോഴത്തേക്ക് ഇങ്ങനെ 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 ഗ്ലിച്ചാവുന്നത് പോലെ ഇങ്ങനെ ഒരു ഗ്ലിച്ച്നെസ് ഉണ്ട്. ഞാൻ ഇതെന്താ ഇത്. അപ്പൊ അതിനൊരു എക്സ്പ്ലനേഷൻ ഉണ്ട്. പുള്ളിക്കാരിക്ക് വാദം ഉള്ളത് കൊണ്ടാണ് അങ്ങനെ. ഇടയ്ക്ക് സ്വാമിജിയായിട്ട് മറ്റേ പറവൂർ ഭരതൻ വരുമ്പോഴത്തേക്ക് പുള്ളിയുടെ മുമ്പിൽ കുമ്പിട്ട് കഴിഞ്ഞിട്ട് പിന്നെ ഇതിനി എഴുന്നേക്കത്തില്ല, ഇതിനി എഴുന്നേക്കത്തില്ല, നടുവിന് വാദമാന്ന് പറഞ്ഞ് പിടിച്ചെഴുന്നേപ്പിക്കുന്നൊക്കെ ഉണ്ട്. ഭരതന്റെ കാര്യം പറയുമ്പോഴത്തേന് ഈ ക്യാരക്ടർ, അതായത് നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു എപ്പിസോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ സിനിമയിലുള്ള ജെൻഡർ റെപ്രസെന്റേഷനെ ഒക്കെ കുറിച്ചിട്ട് ഒരു എപ്പിസോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് സൂൺ യൂട്യൂബിൽ വരും. ഇപ്പൊ അത് പോഡ്കാസ്റ്റിൽ കിടപ്പുണ്ട്, നമ്മുടെ സ്പോട്ടിഫൈയിൽ കിടപ്പുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു തന്നെ ഇതാണ്, അതായത് നമ്മുടെ ഈ ഇങ്ങനത്തെ മൊളസ്റ്റിങ് അല്ലെങ്കിൽ ഇച്ചിരി സ്ത്രീകളെ ഉപദ്രവിക്കുന്ന കാര്യങ്ങള്, അങ്ങനത്തെ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊക്കെ എന്താണ് ഇപ്പത്തെ സിനിമയിൽ ഇച്ചിരി ഭീകരമായിട്ടാണ് കാണിക്കുന്നത്, അത് റിപ്പീറ്റഡ് ആയിട്ടാണ് കാണിക്കുന്നത് എന്നുള്ള കാര്യം നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞായിരുന്നു. അതുമല്ല, കാണിക്കുന്നത് ഗ്രൂസമാക്കാൻ വേണ്ടി അതിന്റെ ഡീറ്റെയിലിംഗ് ഇച്ചിരി മനുഷ്യനെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഡീറ്റെയിലിങ്സും ചില സമയത്ത് ആഡ് ചെയ്യാറുണ്ട് ചില മൂവീസിലെന്ന് എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. പക്ഷെ ഇതിനകത്തിലൊക്കെ ഇവര് ഈ കാബാലിക ഈ ഒരു ബിസിനസ്സിലേക്ക് കയറുന്നത് തന്നെ പുള്ളിക്കാരി ഷീ വാസ് റേപ്ഡ് ബൈ ഈ പറവൂർ ഭരതന്റെ ക്യാരക്ടർ. പുള്ളിക്കാരൻ എന്തോ ഇവര് തമ്മിൽ എന്തോ മനസ്സമ്മതോ എന്തോ കല്യാണം ഉറപ്പിച്ചു പുള്ളിക്കാരിയുടെ കല്യാണം ഉറപ്പിച്ചിരിക്കുകയായിരുന്നു ഇങ്ങേരുമായിട്ട്. പക്ഷെ അതിന് മുമ്പേ പുള്ളിക്കാരിനെ റേപ്പ് ചെയ്യുന്നുണ്ട്. പക്ഷെ സീൻ അതൊന്നും നമ്മളെ കാണിക്കുന്നില്ല. നമുക്ക് ആ ഒരു മനസ്സിലാവും അതിന്റെ ഒരു എഫക്റ്റ്. അപ്പം ആ ഒരു ഇന്റൻസിറ്റിയിലാണ് അത് കാണിക്കുന്നത്. ഒരു കാര്യങ്ങൾ ഇത് ഫുള്ളി സെക്ഷൽ ആയിട്ടുള്ള ഒരു പടമാണെന്ന് നമ്മൾ ഓർക്കണം. പക്ഷെ ഒന്നും നമുക്കൊരു എന്താ പറയുന്ന ഒരു ഈറി ഫീലിംഗ് ഉള്ള ഒരു കാര്യങ്ങളും ഞങ്ങൾ ഇതിനകത്തിൽ കണ്ടില്ല. സത്യം പറഞ്ഞാൽ ഒന്നും ഇല്ലാത്ത വേട്ടയാൻ കണ്ടപ്പോഴത്തേനും ഞങ്ങൾക്ക് ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നു കണ്ടോണ്ടിരിക്കാൻ. കാര്യം അത് റിപ്പീറ്റഡ്ലി ആ സീൻസ് തുടർന്ന് കാണിച്ചുകൊണ്ടിരുന്നു തുഷാരയുടെ, അത് പല പോയിന്റ് ഓഫ് വ്യൂവില്. അപ്പൊ അതുകൊണ്ടാണ് അത് മാത്രമല്ല, വേറെ കുറെ പടങ്ങളെ കുറിച്ച് നമ്മൾ പറയുന്നുണ്ട് പോഡ്കാസ്റ്റിൽ. അപ്പം അത് ഡിസ്റ്റർബിംഗ് ആയിട്ട് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അവരങ്ങനെ ചെയ്യുന്നത്. പക്ഷെ അത് ഡിസ്റ്റർബിംഗ് ആയി, പക്ഷെ ആവേണ്ട രീതിയിലല്ല ആയെന്ന് മാത്രം. അത് വേറെ എന്താ പറയുക, ഇതെന്തിനാണ് പിന്നെയും കാണിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ള രീതിയിലാണ് ഡിസ്റ്റർബ്. അവിടെയാണ് ഈ പടത്തിന് എനിക്ക് ഭയങ്കര ഇംപ്രസീവ് ആയിട്ട് തോന്നിയെന്ന് പറഞ്ഞാല്, ഈ പടം മൊത്തത്തിൽ സംസാരിക്കുന്നതേ സെക്ഷുവാലിറ്റി, സെക്സ്, അല്ലെങ്കിൽ ആ ഒരു ഹ്യൂമൻ ഇൻസ്റ്റിങ്ക്ട്, ലസ്റ്റ്, ലിബിഡോ, അങ്ങനത്തെ കാര്യങ്ങളെ കുറിച്ചാണ് സംസാരിക്കുന്നത് ത്രൂ ഔട്ട് പടം. അങ്ങനെ ത്രൂ ഔട്ട് ഉള്ള ഒരു പടത്തിൽ നമുക്ക് അങ്ങനത്തെ ഒരു വൃത്തികെട്ട ഫീലിംഗ് നമുക്ക് തോന്നിയതേ ഇല്ല എന്നുള്ളത് ഭയങ്കര ഒരു ഹാറ്റ്സ് ഓഫ് ടു ദ റൈറ്റേഴ്സ് ആൻഡ് ഡയറക്ടർ ഓൾസോ. ഡയറക്ടറിന്റെ പേര് ഒരു എന്തായിരുന്നു, നമ്മുടെ സിർത്തേശ്വം എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു പേരായിരുന്നു, ക്രോസ് ബെൽറ്റ് മണി. യെസ്, ക്രോസ് ബെൽറ്റ് മണി. അത് ക്രോസ് ബെൽറ്റ് എന്ന് പറയുന്ന ഒരു മൂവി അദ്ദേഹം ചെയ്തിട്ടുണ്ട്.
അത് കാരണം വന്ന പേരാണ് പുള്ളിക്ക് ക്രോസ് ഏ, ബെൽറ്റ് മണി എന്നുള്ളത്. യഥാർത്ഥത്തെ പേര് കെ വേലായുധൻ നായർ എന്നാണ്. ക്രോസ് ബെൽറ്റ് പടം നമ്മുടെ സത്യൻ മാഷാണ്. സത്യൻ മാഷ് ആൻഡ് ശാരദയാണ് അത് ചെയ്തിരിക്കുന്നത്. ഓ ഡെഫിനറ്റ്ലി നമുക്ക് എന്തെങ്കിലും അതും കാണാം. യെസ്. അപ്പം തീർച്ചയായും. ഇതൊരു നല്ല പടമാണ്. ഐ മീൻ നല്ലതായിട്ടാണ് അത് പുള്ളി എല്ലാ സീൻസും കറക്റ്റ് ക്രിസ്പായിട്ട് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം പറഞ്ഞ് ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും പറയാതെ നമ്മളെ വിയേർഡ്ലി നമ്മളെ ബുദ്ധിമുട്ടുണ്ടാക്കാത്ത രീതിയിലാണ് അത് മുന്നോട്ട് കൊണ്ടുവന്നത്. എനിവേസ് അതെ. അപ്പോ ഈ ക്ലയൻസിന് ഇവര് ഓരോ രീതിയിലുള്ള, അതായത് നമ്മുടെ അത്തയുടെ ക്യാരക്ടർ, ടി ആർ റോമനയുടെ ക്യാരക്ടർ, ഓരോ ക്ലയന്റിന്റെയും ഇത് വെച്ചിട്ട് അവർക്ക് പറ്റിയ ബോഡി ടൈപ്പ് അല്ലെങ്കിൽ അങ്ങനത്തെ രീതിയിലുള്ള പെണ്ണുങ്ങളെയാണ് കൊടുക്കുന്നത്. ശരിയാണ്. അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പൊ ഒരു ഭയങ്കര ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ഒരു അതെ. പ്രോസസ് ഒക്കെയാണ്. അത് ഈ നമ്മുടെ ഈ പ്രഭയുടെ അതായത് നമ്മുടെ AG നമ്പ്യാറിന്റെ വൈഫിന്റെ ആ ഒരു ക്ലയന്റ് വരുന്ന സമയത്താണ് നമ്മളെ കാണിക്കുന്നത്. ഈ വരുന്ന ക്ലയന്റിന് എത്ര ഹൈറ്റ് ഉണ്ട്, പുള്ളിക്ക് എത്ര പ്രായമുണ്ട്, പുള്ളിയുടെ കളർ എന്താണ് എന്നൊക്കെ ഉള്ളത് ചോദിക്കും. എന്നിട്ട് അത് വെച്ചിട്ട് പ്രൊഫൈൽ മാച്ച് ചെയ്തിട്ടാണ് പുള്ളിക്ക് ഇഷ്ടപ്പെടാൻ സാധ്യതയുള്ള ആൾ സ്ക്രീൻ സാധ്യതയുള്ള, അതെ. എന്നിട്ട് അവര് പറയും, അവരൊരു ലിസ്റ്റ് പറയുന്നുണ്ട്, ഇന്ന ആൾക്ക് എലിസബത്ത് മലയാളിയല്ല, അത് വേണ്ട, ആംഗ്ലോ ഇന്ത്യൻ ആണ്, പിന്നെ വേറെ എന്തോ പറയുന്നുണ്ട്, വണ്ണം ഉണ്ടെന്നോ എന്തൊക്കെയോ പറയുന്നു. ആ അതെ. അപ്പം വണ്ണം കൂടിപ്പോയി, പ്രായം കൂടുതലാണ്, ഗർഭിണിയാണ്, അപ്പൊ അങ്ങനെയൊക്കെ ഓരോ ഇതൊക്കെ ഉണ്ട്. അപ്പം പറയുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മുടെ നമ്മുടെ കെ നമ്പ്യാർ കെ ഉമ്മുക്കയുടെ വരവ്. ഉമ്മുക്ക വന്നു കഴിയുമ്പോഴത്തേക്കും, അതായത് ഉമ്മുക്കയുടെ കല്യാണം ഉറപ്പിച്ചിരിക്കുകയാണ്. അപ്പം ഉമ്മുക്ക ഒരു കന്യകയായിട്ടുള്ള ഒരു പെൺകുട്ടിയെ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോഴതുകൊണ്ട് തന്നെ ഉമ്മുക്ക ഇവിടുത്തെ ബിസിനസ് എല്ലാം ക്ലോസ് ചെയ്ത് നന്നാവാൻ പോവാണ് എന്ന് പറയും. നന്നാവാൻ പോകുമ്പോഴാണ് ബാധ്യതകളുടെ ലിസ്റ്റും സാമ്രാജ്യത്തിന്റെ താക്കോലും ചോദിക്കുന്നത്. അത് മാത്രല്ല, ഞാൻ നന്നാവാൻ പോവാന്ന് ഈ പുള്ളി പറയും. അപ്പം കാബാലിക ചോദിക്കും, എന്നാട്ടാ നന്നാവാൻ തീരുമാനിച്ചതെന്ന്. അപ്പൊ പുള്ളി ഏതോ ഒരു സമയം പറയും. അപ്പൊ പുള്ളിക്കാരി പറയാം, അത് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്റെ കൂടെ 11 തവണ എന്റെ കൂടെ നൈറ്റ് സ്പെൻഡ് ചെയ്തിട്ടില്ലേ, കളിക്കുന്നോ നീ? അതെ. അതും ആദ്യം ഇവര് എന്തോ 101 ദിനങ്ങൾ കണ്ടു. അപ്പൊ ഞാൻ അവരോട് പറയുകയും ചെയ്തു, 101 അറേബ്യൻ നൈറ്റ്സ് ആയിരുന്നു. പക്ഷെ 101 ടോട്ടൽ ഏതാണ്ട് 200 ദിവസം ഏതാണ്ട് ഇത്ര ഏതാണ്ട് കാബാലികയുടെ കൂടെ സ്പെൻഡ് ചെയ്തു പുള്ളി. അപ്പൊ അത് കഴിഞ്ഞിട്ടാണ് ഈ നന്നാവാൻ പോകുന്നത്. നന്നാവാൻ പോകുമ്പോഴത്തേക്ക് ബാധ്യതയുടെ ലിസ്റ്റ് കൊടുക്കും. ബാലൻസ് ആയിട്ട് 27,000 രൂപയോ 25,550 അങ്ങനെ ഏതാണ്ട്. 26,940. 26,940. കണക്കുണ്ട് പുള്ളിക്കാരുടെ. അത് കൊടുക്കണമെന്ന് പറയും. സത്യം ഒറിജിനൽ എമൗണ്ട് ഏതാണ്ട് 44,000 ഏതാണ്ടാണ് വന്നത്. അപ്പം അത് ബാലൻസ് സെറ്റിൽ ചെയ്തിട്ട് പോയാൽ മതി എന്ന് പറയും. അപ്പം മുമ്പൊക്കെ പറയും, അത്രയും സെറ്റിൽ ചെയ്യാനായിട്ട് എൻ്റെ കയ്യിൽ പൈസ ഇല്ല, ഞാൻ ഉള്ളതൊക്കെ വെച്ചിട്ട് കല്യാണത്തിന് സെറ്റ് ചെയ്ത് കഴിഞ്ഞു എന്നൊക്കെ പറയും. അപ്പൊ പറയും, അങ്ങനെയാണെങ്കിൽ എൻ്റെ കയ്യിൽ കുറച്ച് ഫോട്ടോസ് ആൻഡ് വീഡിയോസ് ഉണ്ട് എന്ന് പറഞ്ഞ്. അല്ല, അന്നേരമാണ് ഈ ഇൻകം ടാക്സിന്റെ കാര്യമൊക്കെ പറയുന്നത്. 26,000-ല് 5,550 ഏതാണ്ട് ഈ പുള്ളി അവിടെ നിന്ന് കഴിച്ച വിസ്കിയുടെയും ഫുഡിന്റെയും സിഗരറ്റിന്റെയും ഒക്കെയാണ്. അപ്പൊ അതിന്റെയൊക്കെ ആണ്. പിന്നെ ഇൻകം ടാക്സിന്റെ എമൗണ്ട്. പിന്നെ എനിക്കിതൊന്നും അല്ല എനിക്ക് പ്രശ്നമായിട്ട് തോന്നി. പുള്ളിക്കാരി ഇയാള് പൈസ കൊടുക്കത്തില്ലെന്ന് പറയാം. അപ്പൊ പുള്ളിക്കാരി ഇറങ്ങി, ഞാൻ ഇപ്പൊ വരാന്നും പറഞ്ഞ് ഈ CD എടുക്കാൻ വേണ്ടി അകത്തോട്ട് പോകും. അപ്പൊ അവിടെ നിന്ന് അത്ത ഈ ഹെൽപ്പർ പെണ്ണുമ്പോൾ അവർക്ക് നല്ല പ്രായമുള്ള ഒരു സ്ത്രീ ആയിട്ടാണ് കാണിക്കുന്നത്. ഒരു 50 വയസ്സ് 55 വയസ്സൊക്കെ കാണുമായിരിക്കും, എങ്ങനെയാണ് ശരിയല്ലേ? അത് മാത്രമല്ല, വാദമുണ്ട് പുള്ളിക്കാരി. കുനിഞ്ഞു കഴിഞ്ഞ് എഴുന്നേക്കാൻ പോലും പറ്റാത്ത രീതിയിൽ വാദമാണ് പുള്ളിക്കാരി. ഇങ്ങനെ അടുത്ത് നമ്മൾ തമ്മിലുള്ള ഇടപാടില് എനിക്കൊരു 50 രൂപ തരാനുണ്ടല്ലോ. ഞാൻ അന്നേരങ്ങളോട് പറഞ്ഞു, കാബാലികമായിട്ടുള്ളത് പോട്ടെ, സൈഡിൽ നിന്ന് അത്തേനെ പോലും വെറുതെ വിട്ടിട്ടില്ല, എന്നിട്ട് കന്യകയായിട്ടുള്ള പെൺകുട്ടീനെ തേടി പോയിരിക്കുക. ഉമ്മുക്കയുടെ ഓരോ ലീലാവിലാസങ്ങൾ നോട്ട് ചെയ്യാന്ന് പുള്ളി. അതിന് പുള്ളി അത് എടുത്തു കൊടുക്കും.
പിന്നെ അല്ലാതെ പുള്ളി നാറ്റിക്കും എന്ന് പറയും. പുള്ളിക്കാരിയുടെ കയ്യിലാണല്ലോ മെഷീനൊക്കെ ഉള്ളത്, മറ്റേ അത് ഹെഡ്ഫോൺ ഒക്കെ വെച്ചിട്ടിരിക്കുന്നത്. അപ്പൊ പുള്ളിക്കാരിയുടെ കയ്യിലും ഉണ്ട് തെളിവ് എന്ന് പറയും. നാറ്റിക്കും ഞാൻ നിങ്ങളെ. അത് അല്ല, കോമഡി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഉമ്മുക്ക ബോംബെയിൽ വലിയ സ്മഗ്ലർ ഒക്കെയാണ്. അപ്പൊ സ്മഗ്ലിംഗ് ബിസിനസ് ഒക്കെയാണ്, അണ്ടർവേൾഡ് ഡോൺ. പക്ഷെ ഇവിടെ വന്ന് കഷ്ടം തോന്നുന്നു. ജെട്ടി വരെ പണയം വെച്ചാലോ എന്നുള്ള അവസ്ഥയിലാണ് ഉമ്മക്ക്. അതിദാരുണമാണ്. ഇതെല്ലാം കൊടുത്ത് എമൗണ്ട് അങ്ങ് സെറ്റിൽ ചെയ്തിട്ട് പുള്ളി അല്ല, പറയുന്നു. നമ്മളെ 25,000 40,000 44,000 എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഇന്നത്തെ കണക്കിന് അത് വലിയൊരു എമൗണ്ട് അല്ലെങ്കിലും ഈ പടത്തിനകത്തിൽ തന്നെ ഈ ഓട്ടോറിക്ഷ കയറിയിട്ട് ഇവര് യാത്ര ചെയ്ത് ഇവരുടെ വീട്ടിലോട്ട് വരുമ്പോഴത്തേനും ഓട്ടോക്കാരൻ വാങ്ങിക്കുന്ന പൈസ ആരാണെന്നാണ് പറയുന്നത്. ആരാണ് അത്രയേ ഉള്ളൂ പൈസയുടെ വാല്യൂ. അപ്പൊ ഈ 44,000ത്തിന്റെ കണക്ക് അത്രയും അത് എന്തോ ക്രോർസിലൊക്കെ ആയിരിക്കും ഇന്നത്തെ ലെവലിൽ നോക്കുവാണെങ്കിൽ. അത് മറ്റേ ലിപ്സ്റ്റിക്കിനും പിന്നെ മറ്റേ സാധനത്തിനൊക്കെ കൂടെ ഏതാണ്ട് 6 രൂപയോ അങ്ങനെ എന്തോന്നല്ല പറഞ്ഞു. അത്രേ ഉള്ളൂ. 4 സാധനം വാങ്ങിക്കുന്നതിന് എത്ര 40 രൂപ എങ്ങാണ്ടേ ഉള്ളൂ. ലിപ്സ്റ്റിക്, റൂഷ്, ബ്ലഷ് ഏതാണ്ടൊക്കെ സാധനത്തിന്റെ പേര് പറയും. അത് 6 രൂപ വാങ്ങിക്കുന്നതിന് വേണ്ട പറഞ്ഞു. 40 6 പറഞ്ഞത്, ഞാൻ 40 കേട്ടോ. ഓക്കെ, അത്ര കണ്ടേ ഉള്ളൂ. 6 രൂപ. ഭയങ്കര ഒരു മിനിമൽ എമൗണ്ട് ആണ് അതും. നമുക്ക് ഞാനപ്പോ ഇവനോട് പറഞ്ഞു, എന്താ കാലത്ത് ഒരു ഫൗണ്ടേഷൻ വാങ്ങിക്കാൻ പോയി കഴിഞ്ഞാൽ മനുഷ്യന്റെ എല്ലാ ഊരി അവിടെ വെക്കട്ട്. അതെ. അപ്പം യെസ്. ഉമ്മുക്ക അങ്ങനെ ഡീലൊക്കെ ഉറപ്പിച്ചു, എന്നിട്ട് അത് കത്തിച്ച് കളയാന്നൊക്കെ പറഞ്ഞ് ഉമ്മുക്ക പോകുന്നുണ്ട്. അപ്പൊ വിജയരാഘവന്റെ ക്യാരക്ടർ ആണെങ്കിലും ഒരു പോയിന്റില് പോലീസ് കയറി വരുമ്പോഴത്തേക്കും അവരതൊരു ഡാൻസ് ബാർ സെറ്റപ്പ് ആക്കി മാറ്റി. അന്നേരമാണ് പുള്ളിയുടെ മറ്റേ സ്മാഷ് ദ തണ്ടർ പാട്ടൊക്കെ ഉള്ളത്. നല്ല നല്ല പാട്ടാണ്. രസമുള്ളൊരു അതെ, പാട്ടുകളൊക്കെ അതിമനോഹരമാണ്. ആകെ 2 പാട്ടേ ഉണ്ടായിരുന്നു 3 പാട്ടുണ്ട്. 3 പാട്ട് നമ്മള് മറ്റേത് ശ്രദ്ധിച്ചിട്ടില്ല. കപിലവസ്തു എന്ന് പറയുന്ന ഒരു പാട്ട് ഇതിനകത്ത് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് എന്ത് പാട്ടാണെന്ന് നമുക്കറിയില്ല. നമ്മളത് ശ്രദ്ധിച്ചിട്ടില്ല. ചിലപ്പോ BGM വല്ലതും ആയിരിക്കും, എനിക്കറിയത്തില്ല. വീടിന്റെ അകത്ത് പടം കണ്ടപ്പം 2 പാട്ടേ 2 ഉണ്ടായിരുന്നു. അപ്പം അപ്പൊ കാബാലിക ഇവിടുത്തെ ബിസിനസ് ഒക്കെ നിർത്തി. കാബാലികക്ക് എന്താ യൂട്രസിൽ ക്യാൻസർ ഉണ്ട്. അപ്പം കാബാലിക ഇവിടുത്തെ ബിസിനസ് ഒക്കെ സെറ്റിൽ ചെയ്ത് നാട്ടിലോട്ട് പോകാൻ പോവാണ്. ഇപ്പൊ നമ്മുടെ ജോസ് പ്രകാശ് ഇതിൽ ഒരു ഫാദർ ആയിട്ട് വരുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ഫാദർ ഓഫ് ദ ചിൽഡ്രൻ അല്ല, ഫാദർ ഓഫ് ദ പ്രീസ്റ്റ് ഓഫ് ദ കൺട്രി ആണ്. അതെ, അദ്ദേഹം നടത്തുന്ന അനാഥാലയത്തിന്റെ പുനരുദ്ധാരണത്തിനൊക്കെ ആയിട്ട് ഫണ്ട് ചോദിക്കാൻ വേണ്ടിയിട്ടാണ് വരുന്നത്. അപ്പൊ കാബാലിക എന്താണെന്ന് അറിയത്തില്ല. കാര്യം ഇവിടെ ഇതൊരു വീട് പോലത്തെ ഒരു സെറ്റപ്പാണ്. അപ്പം കാബാലിക എന്തോ ഒരു കുലസ്ത്രീയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ്. അല്ല, അത് മറ്റേ പുള്ളിയാ പറയുന്ന കുലസ്ത്രീയാണെന്നും പറയുന്നുണ്ട്. അടൂർ മറ്റേ ബാസി. താടി. അല്ല, പറവൂർ ഭരതനോ? പറവൂർ ഭരതൻ പുള്ളിയാണ് പറയുന്നത്. ഞാനിത് എന്താ പറയല്ലത്, ഞാന് അയ്യോ എന്തായിരുന്നു പറയുന്നത്, ഞാൻ ഓർക്കുന്നില്ലത്. എന്താ പറയും പുള്ളി. ഒരു കുലസ്ത്രീയുടെ ആശ്രമമാണെന്ന് എന്തോ എനിക്കത് പറയാൻ ഗ്രഹസ്ഥയായ കുലസ്ത്രീ, ഗ്രഹസ്ഥാശ്രമി ആയ കുലസ്ത്രീയുടെ വീടാണെന്ന് ഗ്രഹസ്ഥാശ്രമിന്നൊക്കെ. അപ്പം ഇങ്ങനെ വരുമ്പോഴത്തേക്ക് ജോസ് പ്രകാശ് വരുമ്പം ഈ ഫണ്ട് കൊടുക്കാൻ നേരത്ത് കാബാലികയുടെ ബിസിനസ് എന്താന്ന് പറഞ്ഞു കഴിയുമ്പോ പുള്ളി പൈസ വാങ്ങിക്കാനൊന്നും മടിക്കും. അവിടെയും കാബാലിക പുള്ളിയുടെ ഒരു ഡബിൾ സ്റ്റാൻഡേർഡ്സ് ചോദ്യം ചെയ്യും. അതായത് നീ നാട്ടുകാരുടെ നിന്നൊക്കെ പൈസ നിങ്ങളുടെ പള്ളിയുടെ മദ്ബഹ ഉണ്ടാക്കിയിരിക്കുന്നത് തന്നെ എന്റെ കാശ് കൊണ്ടാണെന്ന് പറയുമ്പം ജോസ് പ്രകാശ് ജി അവിടെ അതോടെ തീരും. പിന്നെ മറ്റുള്ളവരെ നിന്നൊക്കെ ഫണ്ട് വാങ്ങിച്ചിരിക്കുന്നതാണേലും എവിടെന്നാ വന്നതെന്ന് അറിയോ എന്നൊക്കെ ചോദിക്കുമ്പം വഞ്ചനയുടെ പ്രതിരൂപമാണ് എന്താണ് പണം എന്നാണ് കാബാലിക പറയുന്നത്. അതെ. അതല്ലാത്ത പണം ഇല്ല എന്നാണ് പറയുന്നത്. അതിപ്പം എൻഡിൽ വരുമ്പോഴത്തേക്കും ജോസ് പ്രകാശ് എന്താ പറയുന്നത്, പണത്തിന്റെ എന്താ ഉള്ളിലേക്കാണ് നോക്കേണ്ടതെന്ന്. അതെ. അത് ശരിയാണ്. അങ്ങനെ എന്താ പറയും, പണം എവിടുന്ന് വരുന്നെന്ന് നോക്കത്തില്ലെന്നോ അങ്ങനെ എന്തോ ഒരു മീനിങ്ങിലാണ് പറയുന്നത്. അതായത് അതിന്റെ സോഴ്സ് ഇനി പുള്ളിക്ക് പ്രശ്നമല്ല, എന്ത് പേർപ്പസിലാണ് അത് തരുന്നത് എന്നുള്ളതാണ്
പുള്ളി നോക്കേണ്ടത്. അച്ഛനെ പറഞ്ഞ് പുള്ളിക്കാരി കൺവിൻസ് ചെയ്യും. അതാണ് അതിന്റെ പവർ. അതാണ്. സാധാരണ നേരെ തിരിച്ചാണ്. അച്ഛന്മാര് നമ്മളെ ഉപദേശിച്ച് നന്നാക്കും. ഇതങ്ങനല്ല, അച്ഛനെ ആ ഉപദേശിച്ച് നന്നാക്കി. സാധാരണ ഇപ്പൊ ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ ആണെങ്കിൽ അവിടെ ഇപ്പം അച്ഛനോ അല്ലെ വികാരി അച്ഛനോ അല്ലെ അങ്ങനെ ആരെങ്കിലും വരുവാണെങ്കിൽ അവരുപദേശിച്ച് ഇവര് നന്നാവുന്നതായിട്ടാണ് കാണിക്കുന്നത്. പക്ഷെ പുള്ളിക്കാരി ഓൾറെഡി അതൊക്കെ വിട്ടിട്ട് നാട്ടിലോട്ട് പോകാൻ വേണ്ടി പ്ലാൻ ചെയ്തിരിക്കുകയാണ്. അപ്പൊ പുള്ളീനെ ഉപദേശിച്ച് നന്നാക്കി വിടുകയാണ് അല്ല, ചെയ്യുന്നത്. പുള്ളിക്കാരി ഇങ്ങനെ പറയുന്നുണ്ട്, ഭിത്തിയിലിരിക്കുന്ന മഗ്ദലന മറിയം വേറെ വേറെ ഒരു സെയിന്റിനെയും കൂടെ കാണിക്കാൻ ഓർക്കുന്നില്ലായിരുന്നു. മഗ്ദലന മറിയം എന്താണ് ഒരു പ്രോസ്റ്റിറ്റ്യൂട്ട് ആയി തുടങ്ങി പിന്നീട് സെയിന്റ് ആയോളും, മാനം വിറ്റിട്ട് പിന്നീട് സെയിന്റ് ആയോളും, മറ്റേ സെയിന്റിന്റെ പേരെന്തായിരുന്നു ഞാൻ ഓർക്കുന്നില്ല. ഈ മാർഗ്രറ്റോ അങ്ങനെ എന്തോ ഒരു പേരാണ്, എനിക്ക് വ്യക്തമായിട്ട് എനിക്ക് ഓർമ്മയില്ല. ആ സെയിന്റ് ആണെങ്കിൽ മാനത്തിന് വേണ്ടി മരിച്ച ആളുമാണ്. അതായത് പുള്ളിക്കാരി മൊളസ്റ്റ് ചെയ്യാൻ വന്നപ്പോ അങ്ങനെ മരിച്ച ആളുമാണ്. അപ്പം അവരുടെ രണ്ട് പെയിന്റിംഗ് ആണ് പുള്ളിക്കാരി ഇങ്ങനെ ഭിത്തിയിൽ വെച്ചിരിക്കുന്നത്. അപ്പം അവരാണ് പുള്ളിക്കാരിയുടെ ഐഡൽസ്. ഐഡൽസ്. അതെ, അത് അച്ഛൻ നന്നായി കഴിയുമ്പോ അച്ഛനോട് ചോദിക്കുന്നുണ്ട്, അച്ഛൻ ഞാൻ പൈസ തന്നു, ഞാൻ നന്നായി കഴിഞ്ഞാൽ ഞാൻ സെയിന്റ് ആവുമോ എന്നൊക്കെ സെയിന്റ് ആവും. പിന്നെ തീർച്ചയായും ആവുന്നൊക്കെ. അനാഥാലയത്തിന് കാശ് കിട്ടി, ഇനിയിപ്പൊ നീ സെയിന്റ് ആയാലും ഇല്ലെങ്കിലും. അപ്പൊ എന്താണേലും കാബാലിക നാട്ടിലോട്ട് ഈ ബിസിനസ് എല്ലാം ക്ലോസ് ചെയ്ത് ഉമ്മക്കായിട്ടുള്ള ഡീലൊക്കെ ക്ലോസ് ചെയ്ത് പോകുന്നത് തന്നെ പുള്ളിക്കാരിയുടെ അനിയത്തിയുടെ കല്യാണത്തിന് വേണ്ടിയിട്ടാണ്. അപ്പൊ അനിയത്തി ഒരു ലെറ്റർ എഴുതുന്നത് കാണിക്കുന്നുണ്ട്. എന്താണ് അതിന്റെ ഒരു ഫോട്ടോയും ഉണ്ട് അതില്. എന്താണ് അതിന്റെ ഇതെന്നുള്ളത് നമ്മളെ കാണിക്കുന്നുണ്ട്. പിന്നീടാണ് റിവീൽ ചെയ്യുന്നത്. അതായത് അനിയത്തീനെ കെട്ടാൻ വരുന്ന ഈ ഉമ്മുക്ക നാട്ടിൽ വെച്ച് കണ്ടുപിടിച്ച കന്യകയായ പെൺകുട്ടി കാബാലികയുടെ അനിയത്തിയാണ്. അപ്പം അത് വീട്ടിൽ വന്നിട്ട് ഇവരെ പെണ്ണ് കാണാൻ വരുന്ന ഇതില് കാണിക്കുന്നുണ്ട്. അപ്പം ഇവരുടെ വീട്ടില് വേലക്കാരനായിട്ട് പപ്പു ഉണ്ട് നമ്മളെ. അപ്പൊ ഇതൊരു സ്റ്റെല്ലർ കാസ്റ്റ് ആണ്. ഒരുപാട് നമുക്ക് എന്താ പറയുന്നത് ഫേമസ് ആയിട്ടുള്ള ആക്ടേഴ്സ് ഒക്കെ ഉണ്ട്. അപ്പം ഈ ഉമ്മുക്ക വീട്ടിൽ വന്നു കഴിഞ്ഞിട്ട് ലില്ലിക്കുട്ടി എന്നാണ് റൊസമ്മയുടെ അനിയത്തിയുടെ പേര്. അപ്പം റാണി ചന്ദ്രയാണ് ലില്ലിക്കുട്ടിയായിട്ട് വരുന്നത്. അപ്പം ലില്ലിക്കുട്ടി ചേച്ചി ബോംബെയിൽ നിന്ന് അയച്ച ഫോട്ടോ കാണിച്ചു കഴിയുമ്പോഴത്തേക്കാണ് ഉമ്മുക്ക ആ സത്യം തിരിച്ചറിയുന്നത്. ഉമ്മുക്ക ആദ്യം ഒന്ന് ഷോക്കാവും. ഷോക്കായി കഴിഞ്ഞിട്ട് ഉമ്മുക്ക ഒരു ഫോട്ടോ അല്ല വേറെ ഫോട്ടോസ് ഒക്കെ ഉണ്ടോന്ന് പുള്ളിക്കാരൻ അങ്ങോട്ടും വിശ്വസിക്കാൻ പറ്റുന്നില്ല. അപ്പം ചേച്ചി പല പോസ്റ്റില് എന്താ ഇരിക്കുന്ന മുതൽ കിടക്കുന്ന വരെ ഫോട്ടോ ഉണ്ടെന്നൊക്കെ പറയും. കിടക്കുന്ന ഫോട്ടോ എന്ന് പറയുമ്പോൾ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. അപ്പോഴാണ് ഉമ്മക്ക തിരിച്ചറിയുന്നത്. ഉമ്മക്ക കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചോദിക്കുന്നത്. അപ്പൊ ചോദിച്ചു കഴിയുമ്പോഴാണ് മനസ്സിലാക്കി കഴിയുമ്പോഴത്തേക്ക് ഉമ്മക്ക അന്നേരം ഇവര് ഓൾറെഡി ഈ ലില്ലിക്കുട്ടിയായിട്ട് ഉമ്മക്ക ഓൾറെഡി പ്രണയിച്ച് പക്ഷെ പരിപാടിയൊന്നും നടന്നില്ല. അപ്പൊ അതിന്റെ ഒരു ചോദിക്കും. പക്ഷെ പുള്ളി അല്ലേ, പുള്ളി ഇങ്ങനെ ഒരു ഇൻസിസ്റ്റ് ചെയ്യുന്നുണ്ട്. അത് എന്തോ സ്നേഹം വേണമെന്നോ എന്തോ പറയൂ, ഇങ്ങനത്തെ ഒരു നോട്ടി ആയിട്ടുള്ള അത് ആ പറയുമ്പോഴൊക്കെ ഉള്ള പുള്ളിയുടെ എക്സ്പ്രഷനും കാര്യങ്ങളൊക്കെ ഉമ്മക്കെ അറിയാലോ. ഡൊട്ടി എക്സ്പ്രഷൻസ് ആണ്. അപ്പം പുള്ളി അടുത്തറിയണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊക്കെ ആദ്യമേ ഇതിന് മുന്നേ തന്നെ കല്യാണം നടക്കുന്നതിന് മുന്നേ തന്നെ അപ്പൊ പുള്ളിക്കാരി പറയും കല്യാണം ഉറപ്പിച്ചു കഴിഞ്ഞാൽ പുള്ളിക്കാരി പ്രോപ്പറായിട്ട് ചെയ്താൽ മതി എന്ന് പറഞ്ഞുകൊണ്ടാണ് പുള്ളി ഈ പരിപാടിക്ക് വന്നത് മനസ്സമ്മതത്തിന്. അപ്പം അങ്ങനെ അടൂർ ബാസിയാണ് പൊത്തച്ഛനാണ് പുള്ളിയുടെ ഡാഡി. അപ്പൊ നാട്ടില് അലക്സാണ്ടറും ബോംബെയിൽ AK നായറുമാണ് ഉമ്മുക്ക. അപ്പൊ ഞാൻ പറഞ്ഞു ഇതിപ്പോ കുറുപ്പിന്റെ റിവേഴ്സ് പോലെ ഉണ്ടല്ലോ. കുറുപ്പിന്റെ അകത്ത് ദുൽഖർ നാട്ടില് സുകുമാരക്കുറുപ്പ് അല്ലല്ലോ, അതിൽ വേറെന്തോ കുറുപ്പെന്നല്ലേ പറയുന്നത്? എനിക്കറിയില്ല, ഞാൻ ഓർക്കുന്നില്ല ആക്ച്വലി. വേറെന്തോ കുറുപ്പാണ്. അപ്പൊ പുള്ളി പിന്നീട് അലക്സാണ്ടർ ആവുകയാണ്. ഇവിടെ അലക്സാണ്ടർ പോയി ബോംബെ പോയി AK നായർ ആയിട്ടാണ് അവിടെ ചെയ്യുന്നത്. എന്താണേലും സുധാകരക്കുറുപ്പ്. ആ. അപ്പൊ എന്താണേലും ഈ കബാലിക അന്നേരം നാട്ടിലോട്ട് വന്നോണ്ടിരിക്കുകയാണ്. അപ്പൊ അതിനു മുന്നേ ഈ ഇങ്ങേര് അനിയത്തിയുടെ അടുത്തും റിവീൽ ചെയ്യും. അത് മാത്രല്ല അടൂർ ബാസിയുടെ അടുത്ത് എന്നിട്ട് ഈ കല്യാണം നമുക്ക് വേണ്ടെന്നൊക്കെ പറഞ്ഞു, വേണ്ട ഡാഡി എന്നൊക്കെ പറഞ്ഞ്. അപ്പൊ അടൂർ ബാസിയാണെങ്കിൽ ഓൾറെഡി ബ്രോക്കറിന് കാശും കൊടുത്തു പോയി. അപ്പൊ എനിക്ക് കുറച്ച് കാശ് കിട്ടണമെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ലാസർ, അതായത് ഷീലയുടെ ഡാഡി ആയിട്ടുള്ള
എൻ എൻ പിള്ളയുടെ പിള്ളയുടെ നിന്ന് പൈസ വാങ്ങിച്ചിട്ട് പോകാമെന്നും പറഞ്ഞ് നിൽക്കും. അപ്പൊ പുള്ളിയുടെ അത്യാഗ്രഹം കാരണമാണ്. പക്ഷെ കാവാലികയ്ക്ക് ഓൾറെഡി അറിയാമല്ലോ. കാവാലിക നാട്ടിലോട്ട് വന്നു കഴിയുമ്പോഴത്തേക്ക് അതുവരെ നമ്മൾ എന്താ പറയുന്ന ഇപ്പൊ ഇവര് കല്യാണം മുടക്കും, കല്യാണം നടക്കില്ല, ഒരു വല്ലാത്തൊരു സിറ്റുവേഷനാണ്. പക്ഷെ കാവാലിക വന്നു കഴിയുമ്പം ഒക്കെ നോർമലാണ്. പുള്ളിക്കാരി വന്ന് ഉമ്മക്കയായിട്ടും അടൂർ ബാസിയായിട്ട് സംസാരിച്ച് കഴിയുമ്പോഴത്തേക്കും പ്രശ്നമൊക്കെ അത് സോൾവ് ചെയ്യും. അടൂർഭാഷയോട് സംസാരിക്കുന്നതാണ് ശരിക്കും നമുക്ക് ഞെട്ടക്കലുണ്ടാക്കുന്നത്. കാരണം തിരിഞ്ഞു കഴിയുമ്പോഴാണ് പുള്ളിക്കാരി മനസ്സിലാക്കുന്നത് പുള്ളിക്കാരിയുടെ ആദ്യത്തെ പിമ്പായിരുന്നു എന്താണ് പീറ്റർ ചട്ടമ്പി എന്നാണ് പുള്ളിക്കാരൻ അറിയപ്പെട്ടിരുന്നത് അന്നത്തെ കാലത്ത്. അപ്പൊ അന്ന് രാഗിണി എന്ന് പറയുന്ന ഒരു എന്ത് നെയിമാണ് Pseudonym, fake ആ name. ഫേക്ക് നെയിമിലാണ് പുള്ളിക്കാരി ബിസിനസ്, അതായത് പീറ്റർ ചട്ടമ്പി പുള്ളിക്കാരിക്ക് ബിസിനസ് പിടിച്ചു കൊടുത്തോണ്ടിരുന്നത്. അപ്പം അങ്ങനെ ഒരു ഹിസ്റ്ററി ഉണ്ട് അവര് തമ്മില്. അപ്പൊ അത് കൂടെ കേട്ട് കഴിയുമ്പോ അതെ. നന്നായി. തന്റെയും മോനും എല്ലാം ഫാമിലിയാണ്. അല്ല, തന്തയും മോനും നിന്ന് അളിയുന്നതൊക്കെ കാണാനായിട്ട് വളരെ നല്ല രസം. ഉമ്മക്ക് പിന്നെ ഓൾറെഡി ബോംബെ വെച്ച് അശു ആയതിനു ശേഷം ഇവിടെ വന്നിട്ടും ഊശിയായി മാറുന്ന പുള്ളി കെട്ടത്തില്ല എന്നൊക്കെ പറഞ്ഞോണ്ടിരിക്കും. പക്ഷെ കെട്ടിയില്ലെങ്കിൽ നമ്മൾ കുറച്ച് ഡോക്യുമെന്റ്സ് ഒക്കെ കാണിക്കും എന്ന് പറയും. എന്തെല്ലാം ലെഡ്ജറൊക്കെ ഉണ്ടെന്നൊക്കെ പറയുമ്പം ഉമ്മക്ക് അടങ്ങും. ഉമ്മക്ക് ഭീഷണിപ്പെടുത്തുന്ന എന്നാ ഞാൻ നിന്നെയും കൊന്നിട്ട് ഞാനും ആത്മഹത്യ ചെയ്യുമെന്നൊക്കെ പറയും. പക്ഷെ അതൊന്നും കാപാലികയുടെ അടുത്ത് വില പോവില്ല. ഉം. അങ്ങനെ പിന്നെ ഈ പറവൂർ ഭരതന്റെ ആ സീക്വൻസും കൊള്ളായിരുന്നു. അതായത് പുള്ളിക്കാരനാണല്ലോ ആദ്യമായിട്ട് റേപ്പ് ചെയ്തത്. പക്ഷെ പുള്ളി പിന്നെ ആസാമിയായിട്ട് വന്നിട്ട് പുള്ളിയുടെ പേര് കാപാലിക ഇച്ചിരി ഫണ്ണിയാണ്. ജഗദ്ഗുരു ആദി പരബ്രഹ്മ സ്വാമി എന്നോ എന്താണ്ടാണ് പുള്ളിയുടെ പേര്. അതായത് ശരിക്കുള്ള പേര് വേറെ എന്തോ ആണ്, എന്തോ ഒരു ക്രിസ്ത്യാനി പേര്. അന്തോണി അന്തോണി. അന്തോണിച്ചൻ. അന്തോണിച്ചനാണ്. എന്നിട്ട് സ്വാമിയുടെ വേഷത്തിലൊക്കെയാ വന്നിരിക്കുന്നത് ബോംബെയില് കാപാലികനൊക്കെ. താടിയൊക്കെ വെച്ച്, ഫുൾ താടിയൊക്കെ വെച്ച്. പക്ഷെ കാപാലിക അവര് തമ്മിലുള്ള ഹിസ്റ്ററി റിവീൽ ചെയ്തിട്ട് തെരണ്ടിവാല് കൊണ്ടുള്ള ചാട്ട കൊണ്ടുവന്ന് അടിച്ച് പുറം പൊളിക്കുമ്പം ആസാമി വേഷത്തിലാണ് എന്റെ ഈശോയെ ഈശോയെ എന്ന് വിളിച്ച് പൊള്ളിയിരുന്ന് പൊളയും. അപ്പൊ അതൊക്കെ അല്ല, ഇതിനകത്തില് വേറൊരു കാര്യമുണ്ട്. അതായത് ഇപ്പം ഹിഡൻ ആയിട്ട് അവർ വെച്ചിരിക്കുന്നതാണ്. പക്ഷെ സ്റ്റിൽ എനിക്ക് അത് ഭയങ്കര സട്ടിലായിട്ട് അവരത് പ്രസന്റ് ചെയ്തിട്ടുണ്ട്. അതായത് റിലിജ്യൻ എപ്പോഴും, അതായത് പ്രോസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ സെക്സ് എന്ന് പറയുന്ന കാര്യത്തിനെ ഭയങ്കരമായിട്ടൊരു സ്റ്റിഗ്മാറ്റൈസ് ചെയ്ത് കാണുന്നുണ്ട്. അതിനെ അത്ര സ്റ്റിഗ്മാറ്റൈസ് ചെയ്ത് കാണേണ്ട കാര്യമില്ല. നമ്മുടെ ഹിസ്റ്ററി തന്നെ ഇങ്ങനത്തെ ഇത് നോർമലൈസ്ഡ് ആണ്. നമ്മുടെ റിലീജിയസ് കസ്റ്റംസിൽ തന്നെ ഇങ്ങനത്തെ ഹിസ്റ്റോറിക്കൽ അല്ല, മിത്തിക്കൽ ക്യാരക്ടേഴ്സ് ഉണ്ട് എന്ന് പുള്ളിക്കാരി പറയുന്നുണ്ട്. വേറൊരു കാര്യമുണ്ട്, പുള്ളിക്കാരി ഭയങ്കര പുള്ളിക്കാരി ഈ ക്യാൻസറിന്റെ പെയിൻ വന്നു കഴിയുമ്പോഴത്തേനും പുള്ളിക്കാരി ഇങ്ങനെ ബഹദൂറിന്റെ ക്യാരക്ടറിനോട് ഇങ്ങനെ പറയുന്നുണ്ട് ബൈബിൾ എടുത്തതാ എന്ന് പറഞ്ഞിട്ട്. പുള്ളിക്കാരി ബൈബിളാണ് വയറ്റിൽ വെച്ചിട്ട് ഇങ്ങനെ ഭയങ്കര പെയിൻ ആയിട്ട് നല്ലൊരു സീക്വൻസ് ആണ് എന്ന് പറയാൻ. ഭയങ്കരമായിട്ട് പുള്ളിക്കാരി അടിപൊളിയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. നമുക്കും അത്യാവശ്യം പെയിൻഫുൾ ആയിട്ട് തോന്നി. പെയിൻ ആയിട്ട് പുള്ളിക്കാരി ആ കട്ടിലിന്റെ ക്രാസിയിൽ കടിച്ചിട്ട് അങ്ങനെയൊക്കെ ഭയങ്കര ഇച്ചിരി ബുദ്ധിമുട്ടാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. നല്ല നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞു വന്ന ഇതാണത്, ഈ ബുക്കുകൾ ഒരുപാട് വായിക്കുന്ന ഒരാളാണ് പുള്ളിക്കാരി എക്സ്റ്റാബ്ലിഷ് ചെയ്യുന്നുണ്ട്. പിന്നീട് ഓരോരുത്തരെ കാണുമ്പോഴത്തേനും ഇപ്പൊ ബഹദൂർ പറയുന്നുണ്ട് ഗീത വായിക്കുന്ന ആളാണ്. അതുപോലെ ഇതെല്ലാം സാധനങ്ങളെല്ലാം വിറ്റിട്ട് പോകുമ്പോ പുള്ളിക്കാരി പറയുന്നുണ്ട് എന്റെ കയ്യിലുള്ള ഇവിടുത്തെ ലൈബ്രറി ഞാൻ ഇവിടുത്തെ യൂണിവേഴ്സിറ്റിക്ക് കൊടുത്തിട്ടാണ് പോകുന്നത്. അപ്പൊ ഷീ ഈസ് നോട്ട് സം ഫ്രെയിൽ വുമൺ. ഞാൻ ജസ്റ്റ് ഇങ്ങനത്തെ എന്റെ ശരീരം വിറ്റ് ജീവിക്കുന്ന ജസ്റ്റ് ഒരു എസൻസ് ഇല്ലാത്ത ഒരു ഹ്യൂമൻ ബീങ് അല്ല ഞാൻ. ഷീ ഹാസ് പുള്ളിക്കാരി ഒരുപാട് പ്രോപ്പർ ബിസിനസ് വുമൺ ആണ് പുള്ളിക്കാരി. അല്ല, ബിസിനസ് വുമൺ എന്നുള്ളതിലും പുള്ളിക്കാരി പറയുന്ന ഡയലോഗ്സ് കേട്ടുകഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും വെൽ എഡ്യൂക്കേറ്റഡ് എന്ന് പറയാൻ പറ്റുന്ന ഒരു അവസ്ഥയിലാണ് പുള്ളിക്കാരി പറയുന്നത്. മനസ്സിലായോ? അപ്പം അതിലൊരു വെൽ റെഡ്, വെൽ എഡ്യൂക്കേറ്റഡ്, ഒരുപാട് നോളജ് ഉള്ള ആള് പറയുന്ന പോലെ നമുക്ക് തോന്നും. അത് ഭയങ്കര രസമുണ്ട്. അതെ. ഇപ്പം ലില്ലിക്കുട്ടി ഈ കാര്യം ഉമ്മുക്ക റിവീൽ ചെയ്തതിന് ശേഷം സംസാരിക്കുമ്പോഴത്തേക്ക് ഒരു ഡയലോഗ് ഉണ്ട്. സ്ത്രീത്വം എന്ന് പറയുന്നത് സ്ത്രീത്വത്തിന്റെ ഹോൾസെയിൽ വ്യാപാരമാണ്. സോറി, അല്ലല്ല, സ്ത്രീത്വത്തിന്റെ ഹോൾസെയിൽ വ്യാപാരമാണ് പാതിവൃത്യം.
സ്ത്രീത്വത്തിന്റെ റീറ്റെയിൽ വ്യാപാരമാണ് വ്യഭിചാരം എന്ന് പറയുന്നുണ്ട്. കല്യാണത്തിന്റെ എന്താ ഹോൾസെയിൽ വ്യാപാരമാണ് പാതിവൃത്യം എന്നാണ്. അല്ലല്ലല്ല, സ്ത്രീത്വത്തിന്റെ സ്ത്രീത്വം ഒരാൾക്ക് മാത്രമായിട്ട് കൊടുക്കുന്നതാണല്ലോ, അതായത് ഹോൾസെയിലായിട്ട് ഒരാൾ വാങ്ങിക്കുന്നതാണ്. പാതിവൃത്യം എന്ന് പറഞ്ഞാൽ ഈ ദാമ്പത്യ അല്ല, പുള്ളിക്കാരി കല്യാണമാണ്. പറഞ്ഞോണ്ടിരിക്കുന്നതേ കല്യാണത്തിന്റെ ആ ഒരു കാര്യത്തിനെ കുറിച്ചാ പറഞ്ഞോണ്ടിരിക്കുന്നത്. അതായത് കല്യാണത്തിന്റെ പറയുന്ന ബിസിനസിനെ ഡയലോഗ് കുറിച്ചല്ല പറഞ്ഞോണ്ടിരിക്കുന്നത്. അല്ല, ഈ പാതിവൃത്യം എന്ന് പറയുന്നത് കല്യാണമാണ്. ഭർത്താവിനെ സ്വീകരിച്ച് ജീവിക്കുന്ന, അതാണ് പാതിവൃത്യം. ഭർത്താവിനെ അനുസരിച്ച് അങ്ങനെയുള്ള അതല്ലല്ലോ അത് അല്ല, അത് മറ്റേത് ചാരിത്രം, അത് വേറെ. അല്ല, പാതിവൃത്യം എന്ന് പറയുന്നതും അതല്ലേ, എനിക്കറിയൂടെ, എനിക്ക് അല്ലല്ലല്ല. മലയാളം അറിയാത്തത്. അല്ല, ഞാൻ ഇത്ര നാൾ വിചാരിച്ചിട്ടുണ്ടെന്ന് പാതിവൃത്യം എന്ന് പറയുന്നത് ആ ഒരു ഫെമിനൈൻ ക്വാളിറ്റി എന്നുള്ളത്, അല്ലെങ്കിൽ എന്ത് തന്നെ പറയുന്നത്, എനിക്ക് അങ്ങനെ എന്തോ തന്നെ ഒരു വെർജിനിറ്റി അല്ല, പക്ഷെ ലോയൽറ്റി പോലത്തെ സാധനം അല്ലേ, ഫിലൈൽ ലോയൽറ്റി പോലത്തെ സാധനം അതല്ലേ? ഭർത്താവിനോടുള്ള ആ ഒരു ഇതാണ്, അതായത് പക്ഷെ ഭർത്താവിനോട് ഉള്ള സാധനമാണെങ്കിൽ അത് ആ റീറ്റെയിൽ സാധനത്തിന്റെ അകത്തിൽ നമുക്കത് ഇക്വേറ്റ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അല്ല, അത് റീറ്റെയിലിനകത്ത് പറയുന്നത് വ്യഭിചാരമാണെന്നാണ് പറയുന്നത്. സ്ത്രീത്വം എന്ന് പറയുമ്പോ സ്ത്രീ എന്നുള്ളതിന്റെ സ്ത്രീത്വത്തിന്റെ ഹോൾസെയിൽ വ്യാപാരമാണ്. ഇപ്പൊ ഈ പാതിവൃത്യം എന്ന് പറയുന്നതിന്റെ ഈ ചാസ്റ്റിറ്റിയും പാതിവൃത്യത്തിന്റെ അകത്ത് വരും. പതിവ്രതയായ സ്ത്രീ എന്ന് പറയില്ല, അപ്പൊ അത് ആ ഒരു മീനിങ് ഉണ്ട്. പക്ഷെ ഇവിടെ ഉദ്ദേശിക്കുന്ന അതാണ്, പാതിവൃത്യത്തിന്റെ ഹോൾസെയിൽ ആയിട്ടുള്ള വ്യാപാരമാണ്. സ്ത്രീത്വത്തിന്റെ ഹോൾസെയിൽ ആയിട്ടുള്ള വ്യാപാരമാണ് പാതിവൃത്യം. അല്ല, പുള്ളിക്കാരി പറയുന്ന ഡയലോഗ് ഇത്ര കോംപ്ലക്സ് ആയിട്ടുള്ളതായതുകൊണ്ട് നമുക്ക് ഇച്ചിരി കുറച്ചേരെ കഴിയും എഴുതി വെച്ചാൽ പോലും നമുക്ക് ഇച്ചിരി ആലോചിക്കാനുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അത് പുള്ളിക്കാരി ഡെഫിനറ്റ്ലി ഇന്നത്തെ കാലത്ത് നമ്മൾ പറയുന്നുണ്ട്, എന്താണ് വിവാഹ മാർക്കറ്റ് അല്ലെങ്കിൽ വിവാഹ കമ്പോളം എന്നൊക്കെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അത് 1973 കാബാലിക പറഞ്ഞതാണ്. പുള്ളിക്കാരി പറയുന്നുണ്ട് വിവാഹം ഒരു ബിസിനസ് കോണ്ടക്ട് ആണ്, അത് ഇങ്ങനെ ഗോഡൌണിൽ വെച്ച് വിൽക്കുന്ന ഒരു സാധനമാണ് എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു ഡയലോഗ് പറയുന്നത്. അതായത് എന്തായിരുന്നു പറഞ്ഞ ഈ സൊസൈറ്റി എന്ന ഗോഡൌണിൽ കിടക്കുന്ന ദ്രവിച്ച് പഴം ചാക്കാണ്, പഴഞ്ചരക്കല്ല, ഇത് പാതിവൃത്യം എന്ന് പറയുന്നത്. പാതിവൃത്യം. വേറൊരു ഗോഡൌൺ ഡയലോഗ് ഉണ്ട്, അത് എൻ പറയുന്നു, എൻ പിള്ള പറയുന്നത്. അതായത് മകളുടെ ബിസിനസിനെ പറ്റി പറയുമ്പോഴത്തേക്കാണ് അത് പറയുന്നത്. ഇത്രയും വലിയ ഗോഡൌൺ ഒക്കെ അല്ലേ, അപ്പൊ അതിൽ എത്ര ആൾക്കാര് വന്നു പോകുന്നുണ്ടെന്നുള്ളത് അറിയത്തില്ല എന്നുള്ളത്. അല്ല, പുള്ളിയത് വേറെ കോണ്ടെക്സ്റ്റിലാണ്, പുള്ളിക്കത് മനസ്സിലാവത്തില്ല, പക്ഷെ നമുക്കത് മനസ്സിലാവും. പുള്ളി ഉദ്ദേശിച്ച അങ്ങനെയല്ല, അതായത് ഇത്രയും വലിയ ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തുന്നതാണല്ലോ, അപ്പൊ വലിയ കമ്പനിയും ഗോഡൌണും ഒക്കെ അല്ല, അപ്പൊ ഒരുപാട് ആൾക്കാരൊക്കെ വരുന്ന ഒരു സ്ഥലമാണല്ലോ, അപ്പം പുള്ളിക്കാരിക്ക് അറിയത്തില്ല ഇവര് തമ്മിൽ നേരത്തെ പരിചയം ഉണ്ടോ എന്നുള്ള ആ ഒരു മീനിങ്ങിലാണ് പറഞ്ഞത്. പക്ഷെ നമുക്ക് കോണ്ടെക്സ്റ്റ് അറിയാവുന്നത് കൊണ്ട് അതൊരു പ്രത്യേകതരം മീനിങ്ങിലാണ് നമുക്ക് കിട്ടുന്നത്. അപ്പം ലാസ്റ്റ് ലില്ലിക്കുട്ടി വിവാഹം വേണ്ടെന്ന് വെക്കുകയും പിന്നെ ഉമ്മയൊക്കെ പോവുകയാണ് ചെയ്യുന്നത്. അപ്പൊ അവര് അളിഞ്ഞിറങ്ങി പോവാണത്. അതെന്ന് പറഞ്ഞാൽ പുള്ളിക്കാരി അത്ര നേരം കല്യാണം വേണം ചേച്ചി കാരണമാണ് എന്റെ കല്യാണം മുടങ്ങിയെന്ന് പറയുന്ന ഒരു പെണ്ണുമ്പിള്ള അവര് വന്നിട്ട് ഷീസ് ടേക്കിംഗ് എ സ്റ്റാൻഡ് സെയിങ് ദാറ്റ് എനിക്കിതിനി വേണ്ട, പുള്ളി ഒരു നല്ല മനുഷ്യനല്ല എന്നുള്ള രീതിയിൽ പുള്ളിക്കാരി ഒരു സ്റ്റാൻഡ് എടുക്കുകയാണ്. അതും കാബാലിക പറഞ്ഞും ബോധ്യപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ഇപ്പം നിന്നെ മനസ്സുകൊണ്ട് സ്നേഹിച്ച ആളാണെങ്കിൽ ഇപ്പം ഈ കൊടുക്കാന്ന് പറഞ്ഞ സ്ത്രീധനത്തുകയില് ഒരു 100 രൂപ കുറഞ്ഞു കഴിഞ്ഞാല് ഇവൻ ഇട്ടിട്ട് പോവില്ലേ എന്ന് നിനക്കിപ്പോ മനസ്സിലായില്ലേ? ഇപ്പം എന്റെ ചേച്ചിയുടെ ബിസിനസ് ഇതായത് കൊണ്ടാണല്ലോ പുള്ളി കല്യാണം വേണ്ട എന്ന് പറയുന്നത്. അപ്പം നിന്നെ സ്നേഹിച്ച ഒരാളാണ്, ആത്മാർത്ഥമായിട്ട് നിന്നെ സ്നേഹിച്ച ആളാണെങ്കിൽ അത് പ്രശ്നമാവില്ലല്ലോ, ഞാനും പുള്ളിയായിട്ട് ബന്ധമൊന്നും ഇല്ലല്ലോ എന്നൊക്കെ ഉള്ള രീതിയിൽ അത് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കഴിയുമ്പോഴാണ് അനീതിക്കും ആ ഒരു സ്റ്റാൻഡ് എടുക്കുന്നത്. അപ്പൊ അത് കഴിഞ്ഞിട്ട് കപാലിക ക്യാൻസർ മൂലം
മരണപ്പെടുകയാണ് ചെയ്യുന്നത്. Yes. അപ്പോഴും കാവാലിക അവിടെ കിടന്ന് പ്രാണവേദന അനുഭവിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ മെന്നൻ പിള്ള വന്നിട്ട് കൊളുത്തി പിടിച്ചാണ് വയർത്തി കൊളുത്തി പിടിച്ചാണ് മോളെ എന്നൊക്കെ. എടാ തന്തേ നിങ്ങൾക്ക് വെച്ചിട്ടുണ്ട്. ഒരുത്തി ഇവിടെ മരിക്കാൻ കിടക്കുമ്പോഴാണ് തന്റെ ഊള കോമഡി. പക്ഷെ പുള്ളിയുടെ ക്യാരക്ടർ ഭയങ്കര ഇന്നസെന്റ് ക്യാരക്ടറാണ്. അതായത് പുള്ളിക്കാരിക്ക് ക്യാൻസർ എന്ന് പറയുമ്പോൾ പുള്ളിക്കാരനെ അറിയത്തില്ല എന്തോ, എല്ലാരും ഇങ്ങനെ കരയും, തലക്ക് കൈ വെച്ചിട്ട് എല്ലാരും നിന്ന് കരയും. അപ്പൊ പുള്ളിക്ക് മനസ്സിലാവുന്നില്ല എന്താന്ന്, ഭയങ്കര അസുഖമാണെന്ന്. ഭയങ്കര നമുക്ക് സങ്കടം തോന്നുന്നു. എനിക്കത് സങ്കടമായിട്ട്, എനിക്ക് ഭയങ്കര ഇമോഷണൽ ആയിട്ട് പുള്ളിയുടെ ക്യാരക്ടറുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റി. ഐ മീൻ ഭയങ്കര ഇന്നസെന്റ് ആയിട്ടുള്ള ഒരു നാടൻ അപ്പൻ, ഭയങ്കര നല്ല. പുള്ളിക്ക് അറിയത്തുമില്ല എന്താണെന്നുള്ളത്. അപ്പം അത് വളരെ ദാരുണമായിട്ടുള്ള ഒരു എൻഡിങ് ആണെങ്കിലും ദി എൻഡ് എന്താ പറയുന്നത്, അവസാനം വരെയും കാബാലിക ഒരു എന്താ പറയുന്നത് ഭയങ്കര ശക്തിയായ ഒരു സ്വാഗ് ഉണ്ടല്ലോ പുള്ളിക്കാരിക്ക്, അത് അവസാനം വരെയും വിടാതെ. നമ്മള് ഇപ്പം ഹീറോയിക് ആയിട്ടുള്ള ബാഹുബലി കുന്തവും കുത്തി ഇരുന്ന് മരിക്കുന്ന അവസ്ഥയിൽ മരിച്ചില്ലേലും അങ്ങനെയല്ല മരിച്ചതെങ്കിലും പുള്ളിക്കാരി എന്താണ് അവസാനം വരെ ആ ഒരു എന്താ പറയുന്നത് പുള്ളിക്കാരിയുടെ തട്ട് താന്നിരുന്ന് തന്നെയാണ് പുള്ളിക്കാരി മരിക്കുന്നത് ടിൽ ദ എൻഡ് ഓഫ് ഹർ ലൈഫ്. ഭയങ്കര രസമുണ്ടായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു. പുള്ളിക്കാരി പറയുന്നുണ്ട് ജീവിതത്തിൽ ആകപ്പാടെ ഒരു തെറ്റേ ചെയ്തിട്ടുള്ളൂ, അത് ഇപ്പൊ രജിസ്റ്റേർഡ് ഭർത്താവായിട്ടുള്ള നമ്മുടെ ഗോപാലൻ. അപ്പം ഗോപാലനെ ഒരിക്കൽ പോലും പുള്ളിക്കാരിനെ ഒന്ന് തൊടാനായിട്ടുള്ള ഒരു അവസരം ഒരുക്കി കൊടുത്തില്ല എന്നുള്ളൊരു റിഗ്രറ്റ് മാത്രമേ ഉള്ളൂ പുള്ളിക്കാരിക്ക് ഉണ്ടായിരുന്നുള്ളൂ. അപ്പം അതാണ് പുള്ളിക്കാരി ചെയ്തിരുന്ന തൊഴിലോ അല്ലെങ്കിൽ പുള്ളിക്കാരിയുടെ ജീവിതം ഇങ്ങനെ ആയതോ അതിലൊന്നും പുള്ളിക്കാരിക്ക് അതിലൊന്നും റിഗ്രറ്റ് ചെയ്യേണ്ട കാര്യമില്ല എന്നുള്ളൊരു. അത് പുള്ളിക്കാരി സിന്നായിട്ട് കാണുന്നുമില്ല കേട്ടോ, അത് അങ്ങനെയും പറയുന്നില്ല. പുള്ളിക്കാരിക്ക് അതിനൊരു ജസ്റ്റിഫൈ ചെയ്യാനുള്ള ഒരു ഇതുണ്ട്. അതായത് പുരുഷന്മാര് പുള്ളിക്കാരിയുടെ ലൈഫിലെ മെയിൽ പ്രസൻസുകൾ പുള്ളിക്കാരിയോട് ചെയ്തതിന്റെ ബാക്കി പത്രമായിട്ട് വന്ന ഒരു കാര്യമാണ് പുള്ളിക്കാരിയുടെ തൊഴിലെന്ന് പറയുന്നത്. ആ തൊഴിൽ വെച്ചിട്ടാണ് ഈ എൻ പിള്ളയുടെ അപ്പൻ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട് ഞങ്ങളുടെ വീട്ടിലെ ബ്രെഡ് വിന്നർ ആണ് പുള്ളിക്കാരി എന്ന് എപ്പോഴും പറയുന്നുണ്ട്. അതിനെന്തോ ഒരു വാക്ക് പറയുന്നുണ്ട്, എന്താ ഞാൻ ഓർക്കുന്നില്ല, എന്തായിരുന്നു സപ്പോർട്ട് സിസ്റ്റർ ആണെന്നൊക്കെ പറയുന്ന പോലെ. നമ്മുടെ ഉയർച്ചയുടെ കാരണോ അങ്ങനെ എന്തോ ആണ് പറയുന്നത് പുള്ളിക്കാരിയാണെന്നുള്ള രീതിയിൽ. അപ്പൊ അന്നദാതാവുന്നാണ് എന്തോ അങ്ങനത്തെ എന്തോ ഒരു ഡയലോഗ് പറയുന്നുണ്ട്. അങ്ങനെയാണ് പറയുന്നത്. അതായത് പുള്ളിക്കാരിയാണ് ആ വീടിന്റെ നട്ടല്. പുള്ളിക്കാരി വന്നിട്ടാണ് സ്ത്രീധനം കൊടുക്കാനൊക്കെ വെയിറ്റ് ചെയ്തിരിക്കുന്നതും ഒക്കെ. അപ്പൊ പുള്ളിക്കാരി അത്ര സക്സസ്ഫുൾ ആയി. പുള്ളിക്കാരിയുടെ ഒരു ദുരന്തത്തിൽ പുള്ളിക്കാരി അൺഹാപ്പി ആയിട്ടിരിക്കാതെ പുള്ളിക്കാരി അതിൽ നിന്ന് പുള്ളിക്കാരി എന്താണ് ഉയർത്തെഴുന്നേക്ക്. അല്ലെങ്കിൽ അച്ഛൻ ഇങ്ങനെ പറയും, അച്ഛനാണോ ഏത് ക്യാരക്ടർ ഞാൻ വ്യക്തമായിട്ട് ഓർക്കുന്നില്ല, ഏതൊരു ക്യാരക്ടർ പുള്ളിക്കാരോട് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് എങ്ങനെ കഴിഞ്ഞു പോകുന്നു, ഹൗസ് യുവർ ലൈഫ് എന്ന് ചോദിക്കുന്ന പോലെ എങ്ങനെ പോകുന്നു അച്ഛൻ എങ്ങനെ കഴിഞ്ഞു പോകുന്നു എന്ന് ചോദിക്കും. അപ്പൊ പുള്ളിക്കാരി ഇങ്ങനെ പറയും കഴിഞ്ഞു പോവുക എന്ന് പറയുന്നത് ജസ്റ്റ് അതിനെ ഒരു ലൈഫായിട്ട് കണക്ക് കൂട്ടാൻ പറ്റത്തില്ല. ഞാൻ എന്റെ പ്രൗഡ്ലി ഐ എം ലിവിങ് മൈ ലൈഫ്, ഞാൻ ഏൺ ചെയ്തത് കൊണ്ട് ഞാൻ സന്തോഷമായിട്ടാണ് ജീവിക്കുന്നത് എന്ന് പറയുന്നുണ്ട്. ഷീസ് വെരി പ്രൗഡ് അബൌട്ട് വാട്ട് എവർ ഷീ ഈസ് ഡൂയിങ്. ഭയങ്കര നല്ലതാണ്, നല്ല രസമുണ്ടായിരുന്നു കണ്ടോണ്ടിരിക്കാൻ. അപ്പോ തീർച്ചയായും എല്ലാവരും കണ്ടിരിക്കേണ്ട ഒരു ചിത്രമാണ്. നമ്മളെ എന്താ പറയുന്നേ ഓൾഡ് ക്ലാസിക്കുകൾ ഒക്കെ എടുക്കുമ്പോൾ അതിൽ ടോപ്പിൽ വെക്കാൻ പറ്റുന്ന ഒരു മികച്ച ഒരു ചിത്രം തന്നെയാണ്. എനിക്ക് തോന്നുന്നു അല്ല ഷീലാമ്മ ഇങ്ങനത്തെ കുറെ ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ഒക്കെ ചെയ്തിട്ടുള്ള ഒരാളാണ്. പവർഫുൾ മാത്രമല്ല ഇറ്റ്സ് വെരി ചാലഞ്ചിങ് റോൾ അല്ലേ, കാരണം അത് ഇച്ചിരി ബുദ്ധിമുട്ടാണല്ലോ ഇങ്ങനത്തെ ഒരു കുറച്ച് സ്റ്റിഗ്മ ഉണ്ടാക്കുന്ന ഒരു ക്യാരക്ടറും കൂടെയാണ്. അങ്ങനെ ആരും ഹീറോയിൻസ് ഒക്കെ ആണെങ്കിലും അങ്ങനെ ചെയ്യാൻ മടിക്കും അങ്ങനത്തെ ക്യാരക്ടേഴ്സ് ഒക്കെ. കാര്യം അതൊരു സ്റ്റിഗ്മയായിട്ട് വന്നാലോ എന്നുള്ളത്. ഇപ്പോഴത്തെ ഹീറോയിൻസ് ചെയ്യൂ, ഇപ്പൊ അത്യാവശ്യം ഒരു പേരുള്ള ഒരു ഹീറോയിൻ ചെയ്യാനുള്ള ചാൻസസ് ഉണ്ടോ? ഭയങ്കര കുറവല്ലേ. ചിലപ്പോ അത് അന്ന കാലം ആയതുകൊണ്ട് ചെയ്തതാണോന്ന് എനിക്ക് അറിയത്തില്ല. എനിക്ക് സത്യം പറഞ്ഞാൽ അതിനെ കുറിച്ച് അറിയത്തില്ല. കാരണം ചില കാര്യങ്ങളിലൊക്കെ സിനിമയില് അവര് കുറച്ചും കൂടെ ഓപ്പൺ ആയിരുന്നു എന്ന് എനിക്ക് തോന്നാറുണ്ട് ചില കാര്യങ്ങളില്.
ഇല്ല. പക്ഷെ അന്നത്തെ കാലം ആണെങ്കിൽ പോലും ഉണ്ടല്ലോ. അത് ഭയങ്കര സിനിമയെക്കുറിച്ച് ഇപ്പോഴത്തെ സമയത്താണേലും അപ്പോഴത്തെ സമയത്താണേലും ഒക്കെ ഉള്ള ഒരു സ്റ്റിഗ്മയാണ്. പ്രത്യേകിച്ച് നടിമാരുടെയൊക്കെ കാര്യത്തിൽ വരുവാണെങ്കിൽ ഈ ഉം. പറഞ്ഞ പോലെ അവരെ അവസരങ്ങൾക്ക് വേണ്ടി വിട്ടുവീഴ്ചകൾ ചെയ്യുന്ന ഉം. ആൾക്കാരാണ് എന്നൊക്കെ ഉള്ളത്. റൈറ്റ് റൈറ്റ് റൈറ്റ്. അപ്പം നമ്മൾ തന്നെ അങ്ങനത്തെ ഒരു റോളും കൂടെ ചെയ്യുവാണെങ്കിൽ പിന്നെ ശരിയാണ്. പറയണ്ടേ. ഇപ്പൊ ഗ്ലാമർ നടിമാരെ പറ്റിയിട്ടൊക്കെ ഉള്ള ഒരു സ്റ്റിഗ്മയുണ്ടല്ലോ. ഉം. ഉം. അപ്പൊ അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ റോളുകൾ ഈവൻ പുരുഷന്മാരാണെങ്കിൽ പോലും ഇപ്പൊ ദിലീപ് ചാന്തുകൂട്ടിലെ റോള് ചെയ്യാൻ പോയപ്പം പലരും പറഞ്ഞ അങ്ങനത്തെ റോളൊന്നും ചെയ്യരുത്, ഓ കുട്ടികളുണ്ടാവില്ല. ഓ ഓ ആ ഏ ആ അപ്പോ കാര്യം അതൊരു ആണത്വ ഇല്ലായ്മ അല്ലെങ്കിൽ പുരുഷത്വ ഇല്ലായ്മയുടെ ഒരു അങ്ങനത്തെ ഒരു റോൾ എന്നുള്ള രീതിയിൽ ആ പടത്തിനകത്ത് തന്നെ അവന് കൊച്ചുണ്ടായിരുന്നു. ഉണ്ട് ഉണ്ട്. അല്ല അപ്പൊ അതാണ് അങ്ങനത്തെ കുറെ എന്താ പറയുന്ന അന്ധവിശ്വാസങ്ങളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ഇൻഡസ്ട്രിയാണ്. ഇപ്പം സിനിമയിൽ പൂജയൊക്കെ ചെയ്യുന്നതാണെങ്കിലും മുഹൂർത്തം കാര്യങ്ങളൊക്കെ നോക്കുക. ജ്യോത്സ്യന്മാര് പറഞ്ഞതിന്റെ പേരിൽ നടക്കാതെ പോയ സിനിമ ഉണ്ട്. ഓ ഓക്കെ. ആ അപ്പൊ അങ്ങനത്തെ ഇതൊക്കെ ഉള്ള ഒരുപാട് ബിലീഫ് സിസ്റ്റവും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. അപ്പം ചില റോളുകളൊക്കെ ആൾക്കാര് അങ്ങനെ ചെയ്യത്തില്ല. ഇങ്ങനത്തെ ഓരോരോ കാര്യം വരും. അതുപോലത്തെ ഒരു ഇതാണ് സ്റ്റിഗ്മയുടെ പുറമെ അല്ലാണ്ട് ഇങ്ങനത്തെ കുറെ വിശ്വാസങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ള ഇൻഡസ്ട്രി ആയതുകൊണ്ട് തന്നെ ഏത് കാലഘട്ടത്തിലാണേലും ആൾക്കാരൊന്ന് മടിക്കും. അപ്പൊ അങ്ങനത്തെ ഒരു ഡെഫിനറ്റ്ലി. റോളാണ് കാപാലികയിലും. അപ്പൊ എന്താണേലും നിങ്ങളെല്ലാരും ഓക്കെ, ചെക്കൗട്ട് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ യെസ്, യെസ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാം. വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പേ ഈ പടം കണ്ടുകൊണ്ടിരുന്നപ്പം ഞാനിങ്ങനെ ആലോചിക്കുമായിരുന്നു. അതായത് ഇപ്പം മലയാളത്തിന് നല്ല ഒരു, അതായത് നമ്മുടെ മലയാളം ഫിലിംസിനെ കുറിച്ച് നല്ലൊരു പേരുള്ള ഒരു സമയമാണ്. പല ഇൻഡസ്ട്രീസും നമ്മളെ കുറിച്ച് പറയുന്നുണ്ട്. തമിഴ് ഇൻഡസ്ട്രി പ്രത്യേകിച്ച് മലയാളം ഇൻഡസ്ട്രി ഇപ്പൊ റെക്കഗ്നൈസ് ചെയ്യുന്നുണ്ട്. ആൾക്കാരൊക്കെ ഭയങ്കര നല്ല പടമാണ്, ഭയങ്കര നല്ല പടം എന്നൊക്കെ പറയുന്നുണ്ട്. ഈ പടങ്ങൾ ഒരുപാട് ഡിഫറെന്റ് വെറൈറ്റി പടങ്ങൾ ഇറങ്ങുന്നുണ്ടെന്ന് അറിയുന്നു. അപ്പം ഡെഫിനറ്റ്ലി അങ്ങനത്തെ ഒരു അവസ്ഥയിലൂടെയാണ് ഇപ്പൊ മലയാളം ഇൻഡസ്ട്രി കടന്നു പോകുന്നത്. പക്ഷെ നമുക്ക് പടങ്ങൾ ഇങ്ങനത്തെ നമുക്ക് എടുത്തു വെക്കാൻ പറ്റുന്ന ജെം ഓഫ് പടങ്ങൾ അന്നും ഉണ്ടായിരുന്നു എന്ന് പറയാൻ പറ്റുന്ന ഒരു പടമാണ്. അതായത് ഈ പടം നമ്മൾ ഇന്നെടുത്ത് കണ്ടാലും ഇറ്റ് ഈസ് വെരി റെലവെന്റ്, ഇറ്റ് ഈസ് വെരി നമുക്ക് ഭയങ്കരമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പടമാണ്. അപ്പം എല്ലാരും ഡെഫിനറ്റ്ലി പോയി ചെക്ക്ഔട്ട് ചെയ്യുക. പിന്നെ എന്താണ്, കാപാലിക എന്ന് പറയുന്ന ക്യാരക്ടർ ഭയങ്കര ശക്തമായിട്ടുള്ള ക്യാരക്ടറാണ് എന്ന് പറയാൻ വേണ്ടി ഞാൻ അവസാനം ഒരു ഡയലോഗ് കൂടെ, ഞാൻ ഈ ഡയലോഗ് ആക്ച്വലി പറയണം എന്ന് ഓർത്താണ്. ബിക്കോസ് ഐ ലൈക്ക് ദിസ്, ഭയങ്കര ഒരു നല്ല ഡയലോഗ് ആയിരുന്നു. ഐ ലൈക്ക് ദിസ് വെൻ ഷീ വാസ് ടോക്കിംഗ് അബൌട്ട്. അപ്പം അതും കൂടെ പറഞ്ഞിട്ട് നമുക്ക് നിർത്താം. എന്താണ് പുള്ളിക്കാരി ഇങ്ങനെയാണ് പറയുന്നത്. അത് പുള്ളിക്കാരിയുടെ ക്വാളിഫിക്കേഷൻ ഒരാളോട് അല്ലെങ്കിൽ നമ്മൾ ഓഡിയൻസിനോട് ഇങ്ങനെയാണ് പറയുന്നത്. ഞാൻ സൊസൈറ്റി എന്ന ക്രിമിനൽ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പ്രോസിക്യൂഷൻ എന്ന എന്തുവാ PhD എടുത്ത റോസമ്മ എന്ന കാബാലികയാണ് എന്നാണ് പറയുന്നത്. സോ അങ്ങനത്തെ ഒരു പവർഫുൾ ക്യാരക്ടറിനെ എല്ലാരും പോയി ചെക്ക്ഔട്ട് ചെയ്യുക. ആൻഡ് റോസമ്മയെ മാത്രമല്ല, ഐ മീൻ കാബാലികയെ മാത്രമല്ല, ഞങ്ങളെയും ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ചെക്ക്ഔട്ട് ചെയ്യുക. ഞങ്ങളുടെ ഫൺ പാക്ട് ആയിട്ടുള്ള എന്താണ് ഗോസ്റ്റ് സ്റ്റോറീസ് ഒക്കെ പറയുന്ന ടിയർ ലിസ്റ്റ് വീഡിയോസ് ഉണ്ട്. പിന്നെ ഇതുപോലെ നമ്മളൊരു സ്പിൻ വീൽ ചാലഞ്ച് ചെയ്തായിരുന്നു. അതുപോലെ ക്ലാസിക്സ് വേറെ ഒരെണ്ണം കൂടെ ചെയ്തിട്ടുണ്ട്. നമ്മുടെ നമ്മുടെ ദേവ്ജിയുടെ പടം, ദേവ്ജിയുടെ പ്രൊഡ്യൂസ് ചെയ്ത പടം, മധുസാറിന്റെ സിനിമയാണ്. അപ്പോ അങ്ങനെ കുറെ പടങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. നമ്മൾ കുറെ ഡിഫറെന്റ് ടോപ്പിക്സിനെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. സോ എല്ലാരും പോയി ചെക്ക്ഔട്ട് ചെയ്യുക. ഓൺ ദാറ്റ് നോട്ട്, ദിസ് ഇസ് മീ UDC കുമാരി സൈനിങ് ഔട്ട് വിത്ത് മിസ്റ്റർ ദിഗംബരൻ. ബൈ ബൈ. അതെ, എപ്പോഴാണ് നാട്ടിലേക്ക്? നാളെ മോർണിംഗ് ഫ്ലൈറ്റ്. വിവാഹം എന്നാണെന്ന് പറഞ്ഞത്? അടുത്ത ആഴ്ച. കൊള്ളാം, എന്റെ എല്ലാ വിജയാശംസകളും. നന്നായി. എന്റെ മനസ്സിന്റെ ഒരു ഭാരം ഒഴിഞ്ഞു. ഞാൻ നല്ലവനാകാൻ തീരുമാനിച്ചു. എന്നു മുതൽ? ഞാൻ വിവാഹം കഴിക്കാൻ പോകുന്ന ആ കന്യകയെ കണ്ടെന്നു മുതൽ. ആ സംഭവം എന്നായിരുന്നു? 3 മാസം മുമ്പ്. അതെന്റെ ജീവിതത്തിൽ ഒരു വഴിത്തിരിവായിരുന്നു. ആ തിരിവ് എങ്ങോട്ടായിരുന്നു? തെറ്റിൽ നിന്നും ശരിയിലേക്ക്. പക്ഷേ അതിനുശേഷം 11 തവണ നിങ്ങൾ എന്റെ കൂടെ കഴിഞ്ഞിട്ടുണ്ടല്ലോ. അതാ അതെ, എന്തിന്റെ ലജ്ജർ? എന്റെ ബിസിനസിന്റെ. വ്യഭിചാരത്തിന് ലജ്ജർ? ഷുവർ. എന്റെ ഫോളിയോ നമ്പർ എത്രയാണ്? 14,456. എന്റെ കർത്താവേ, 5000 വർഷങ്ങൾക്ക് മുമ്പ് ശ്രീകൃഷ്ണന്റെ ലെഡ്ജറിലെ ഫോളിയോ നമ്പർ
16,008 വരെയായിരുന്നു. ഇനി അക്കൗണ്ട്സ്. നിങ്ങളുടെ ബാലൻസിൽ 25,540 രൂപ വരും. 25,000 രൂപയോ? അത്തേ, നിങ്ങളൊരു ഫൂളാണ്. തേങ്ങാക്കൊല. മിസ്റ്റർ നായരുടെ കണക്കിൽ ഇൻകം ടാക്സും സെയിൽ ടാക്സും കൂട്ടി എഴുതിയിട്ടില്ലേ? ഇൻകം ടാക്സോ? വ്യഭിചാരത്തിനോ? എങ്കിൽ നിങ്ങളെ കൊന്നിട്ട് ഞാൻ ആത്മഹത്യ ചെയ്യും. രണ്ടും നടക്കില്ല. നിങ്ങൾ അത്രയ്ക്കും ചുണകെട്ടവനാണ്. വ്യഭിചാരം നിങ്ങളുടെ തൊഴിലാണല്ലോ? അതെ, അത് തന്നെ. എന്റെ അറിവിൽ ഇത്രയും സ്വാതന്ത്ര്യവും സത്യസന്ധവും ലാഭകരവുമായ തൊഴിൽ മറ്റൊന്നുമില്ല. ഈ ബിസിനസിന്റെ മുതലാളിയും തൊഴിലാളിയും ഫാക്ടറിയും മൂലധനവും എല്ലാം ഞാൻ തന്നെയാണ്. ചെക്ക് ഞാൻ തിരിച്ചു തരിക. എന്തുകൊണ്ട്? ഇടമറ്റ മകന് മന്ദിരത്തിന് ഈ പണം വേണ്ട. ഇത് പാപത്തിന്റെ പ്രതിഫലമായതുകൊണ്ട്. ഇന്നത്തെ ഇടമറ്റം പള്ളിയുടെ മധുബഹ പുതുക്കിയത് എന്റെ പണം കൊണ്ടാണെന്ന് അച്ഛൻ അറിഞ്ഞൂടായിരിക്കും. അതാണ് ഞാൻ പറഞ്ഞത്. സത്യം പറയാനോ കേൾക്കാനോ കൊള്ളുന്നതല്ലെന്ന്. പിന്നെ സത്യസ്വരൂപനായ ദൈവത്തിന്റെ പ്രതിപുരുഷൻ ഇത് കേൾക്കാൻ മടിക്കുന്നതെന്തിന്? ഞാൻ ആരാണെന്നാണ് നിങ്ങൾ വിചാരിച്ചത്? ബദരീനാഥത്തിലെ അദ്വൈത വിദ്യാപീഠത്തിന്റെ അധിപതിയായ ജഗദ്ഗുരു ആദി ബ്രഹ്മാനന്ദ ഭാരതി എന്ന യോഗീശ്വരനാണ്. ഞാൻ സൊസൈറ്റി എന്ന ക്രിമിനൽ യൂണിവേഴ്സിറ്റിയിൽ നിന്നും പ്രോസ്റ്റിറ്റ്യൂഷൻ എന്ന ആത്മവിദ്യയിൽ ഡോക്ടറേറ്റ് എടുത്ത റോസമ്മ എന്ന കാബാലികയാണ്.